പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ജനത്തോട് പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പാകെ കർത്താവിൽ ശരണപ്പെട്ട് പ്രസംഗിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരേ വാക്യത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരേ അധ്യായത്തിൽ നിന്നാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുക്കുന്ന അധ്യായം. 10-ാം അധ്യായത്തിൻ്റെ 51-ാമത് വാക്യം വായിച്ചതിന് ശേഷം ഞാൻ ഈ ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. മർക്കോസ് 10-ന്റെ 51. മതി, സ്തോത്രം. ഈ വാക്യമാണ് നാം ഈ ദിവസങ്ങളിലെ ധ്യാനത്തിനായി ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരേണം എന്ന് ചോദിച്ചു. അതിനവൻ, റബ്ബൂനി, എനിക്ക് കാഴ്ച വേണം എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ആ വേദഭാഗം. എന്നാൽ ആ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് വിവിധോത്മകമായ ആത്മീയ വിഷയങ്ങളെ നാം ഈ അധ്യായത്തിൽ നിന്ന് ഒരുമിച്ച് പഠിക്കും. കർത്താവ് ഒരു മനുഷ്യനുമായി സംസാരിക്കുകയാണ്. ബർത്തിമായി എന്ന ഒരു കുരുടനുമായുള്ള യേശുവിൻ്റെ സംഭാഷണമാണ്. ആ സംഭാഷണത്തിനകത്ത് യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഓർ വാട്ട് ഈസ് യുവർ ഡിസയർ? നിൻ്റെ ആഗ്രഹം എന്താണ്? എന്ത് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റും? ദൈവം നമ്മോട് നമ്മുടെ ആഗ്രഹം ചോദിക്കുന്നതും നാം നമ്മുടെ ആഗ്രഹം ദൈവത്തോട് പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സ്തോത്രം. ദൈവം നമ്മോട് നമ്മുടെ ആഗ്രഹം ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് അല്പം കൂടെ സീരിയസ് ആയിട്ട് നാം എടുക്കണം. നാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തോട് പറയാറുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ. അതൊക്കെ ദൈവത്തിൻ്റെ ആഗ്രഹമാണോ എന്നറിയത്തില്ല. ഇങ്ങോട്ട് നേരിട്ട് ദൈവം ചോദിക്കുക, കുഞ്ഞെ വാ തുറന്ന് പറഞ്ഞാട്ട് നിൻ്റെ ആഗ്രഹം എന്താണ്? അങ്ങനെ ദൈവം നമ്മോട് ആഗ്രഹം ചോദിച്ചാൽ, ഇന്ന് രാവിലെ ദൈവം ഇവിടെ നേരിട്ട് ഇറങ്ങി വന്നു. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. 2-3 പേർ എൻ്റെ നടുവിൽ കൂടി വരുന്നിടത്ത് ആരുണ്ട്? ദൈവമുണ്ട്. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? അപ്പം നമ്മുടെ നടുവിൽ ദൈവമുണ്ട്. ഇനിയും നമ്മൾ വിശ്വസിക്കുന്ന 2-3 പേര് നമ്മുടെ പിന്നെ പാസ്റ്റർമാരെ ഈ ആള് കുറയുമ്പം പറയുന്നൊരു പദമാണ് ഇത്. ആരും ഇല്ലേലും ആരുണ്ട്? അപ്പോൾ നമ്മൾ പിന്നെ വിഷമിപ്പിക്കേണ്ടതെന്നുണ്ട് പറയും, നമ്മൾ ഒരാളെ ഉള്ളേലും നമ്മളത് കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന പദമല്ല, അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്കല്ല കൂടി വന്നിരിക്കുന്നിടത്തും, അവിടെ യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തു നിമിത്തമാണ് നിങ്ങളിങ്ങനെ ആയിരിക്കുന്നെങ്കിൽ അവിടെയും ദൈവസാന്നിധ്യം ഉണ്ടെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. യഹൂദന്മാരെ പേടിച്ച് മുറിക്കകത്ത് ശിഷ്യന്മാർ അടച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അടച്ചിരിക്കുമ്പോൾ അവരുടെ നേതാവിനെ എന്ന് പറഞ്ഞാൽ 3.5 വർഷം അവരെ നയിച്ച, അവർ രാജാവായി കണ്ട മശിഹായെ യഹൂദന്മാർ ക്രൂശിച്ചു. നേതാവ് ഇല്ല, ഇപ്പം കല്ലറയിൽ അടയ്ക്കപ്പെട്ടു. ശിഷ്യന്മാർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല യേശുവിൻ്റെ മരണം. 2, കൂടെ ഉണ്ടായിരുന്ന യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു. ഇനിയും ആകെപ്പാടെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് യേശു നടുവിൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആലോചിച്ച് നോക്കൂ. പത്രോസും യോഹന്നാനും യാക്കോബും അല്ലെങ്കിൽ ഒക്കെ വിചാരിച്ചു 2-3 പേർ കൂടി വരുന്നിടത്ത് കർത്താവ് ഉണ്ടെന്ന് പറയുമ്പോൾ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉള്ള സമയത്ത് മാത്രമാണെന്നല്ല, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരു പാട്ട് പോലും പാടാൻ പറ്റാതിരിക്കുമ്പോൾ, ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ഉത്സാഹം പോലും ഇല്ലാതിരിക്കുമ്പോൾ, കിടക്കേന്ന് എഴുന്നേൽക്കാൻ പോലും മനസ്സില്ലാതിരിക്കുമ്പോഴും നമുക്ക് സമാധാനമായി കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹം, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് നേരിട്ട് വന്നിട്ട് നിങ്ങളുടെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, കുഞ്ഞെ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ റെഡിയാണോ പറയാൻ? അപ്പോൾ നമ്മൾ ഉടനെ പിന്നെ കർത്താവ് ഒന്ന് വീട്ടിൽ പോയി എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ 2 ദിവസം ഒരു സമയം തരാമെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. പ്രൈസ് കോഡല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എപ്പോഴും ദൈവത്തോട് പറയുവാൻ, നമ്മുടെ ആവശ്യം പറയുവാൻ, നമ്മുടെ ആവലാതി പറയുവാൻ, നമ്മുടെ ആഗ്രഹം പറയുവാൻ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ആഗ്രഹം സാധാരണ ആഗ്രഹമായിരിക്കല്ലേ എന്നാണ് ഞാൻ ഈ പറയാൻ വന്നത്. ഹല്ലേലൂയ. കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ, എനിക്കത് വേണം, ഇത് വേണം, അത് വേണം, അവിടെ പോകണം, ഇവിടെ പോകണം, അതും കൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്ന ചെറിയ ചെറിയ ആവശ്യവും ആഗ്രഹവും അല്ല കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തൊരു വലിയ ആഗ്രഹം. ഈ പ്രാർത്ഥനയിൽ കൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്ന അതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഈ മണ്ണിലുള്ള കൊച്ചു ആഗ്രഹങ്ങൾക്കപ്പുറത്ത് വിശാലമായ ഒരു ആത്മീക കാഴ്ചപ്പാടിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. സ്തോത്രം. നെഹമ്യാവ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ അല്ലെങ്കിൽ പേർഷ്യൻ രാജ്യത്ത് പാനപാത്ര വാഹനായിട്ടൊക്കെ രാജാവിന് വേണ്ടി ജോലി ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഒരു ദിവസം രാവിലെ രാജാവ് നെഹമ്യാവിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ മുഖം എന്ത് ചെയ്തിരിക്കുന്നു? വാടി ഇരിക്കുന്നു. മുഖം മാടിയിരിക്കുന്നു. നമ്മൾ ആൾക്കാരുടെയൊക്കെ മുഖം മാടി നമ്മൾ ചോദിക്കും, എന്താ പറ്റി? പഴയ പോലെ ഉത്സാഹമൊന്നും
ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ രാജാവ് ചോദിച്ചു. ഇങ്ങനെ നല്ല ചുറുചുറുക്കോടെ നടന്ന ചിലവരുണ്ട് എപ്പോഴും അങ്ങ് മൂടാവട്ടെ. പിന്നെ അവരോട് നമ്മളൊന്നും ചോദിക്കാൻ പേടിയാണ്. എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഒരാളോട് ചോദിക്കും, പിന്നെ വളരെ സുഖമായിരിക്കുന്നു, എന്നെ കണ്ട അസുഖമാണെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമുക്ക് ചോദിക്കാനേ പേടിയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ, അപ്പോൾ ഞാൻ മാത്രമേ വരാതിരുന്നുള്ളൂ, ഇങ്ങനെ ഉണ്ടല്ലോ, എന്ത് ചോദിച്ചാലും തർക്കുത്തരം പറഞ്ഞു. 10-28 വർഷമായിട്ട് ഞാൻ സഭയിലെ പാസ്റ്ററാണ്, സഞ്ചരിച്ച് പ്രസംഗിക്കുന്ന ഉപദേശിയായതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ നിന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നെഹമ്യാവിനോട് ചോദിച്ചു, കുഞ്ഞെ നിൻ്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? അപ്പം നെഹമ്യാവ് പറഞ്ഞു, എൻ്റെ മുഖം എങ്ങനെ വാടാതിരിക്കും? ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ആ സ്ഥലം ചുട്ടു വെന്ത് കിടക്കുകയാണ്, വാതിലുകളൊക്കെ പോയിരിക്കുന്നു, ശത്രു അകത്ത് കയറുന്നിരിക്കുന്നു. അപ്പോൾ നോക്കണം, നെഹമ്യാവിൻ്റെ ആഗ്രഹം, അതിന് ഞാൻ എന്തോ വേണം എന്ന് രാജാവ് ചോദിക്കും, പറയുന്നു, അത് പോയി ആ യെരുശലേമിൻ്റെ വാതിലുകളും മതിലുകളും ഒന്ന് പുതുക്കി പണിയുവാൻ എനിക്കൊരു അവസരം തരണം. നോക്കൂ, ഒരു പ്രൊമോഷൻ അല്ല അവൻ ആഗ്രഹിച്ചത്. കഷ്ടത്തിലായിരിക്കുന്ന ജനത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു പണി ചെയ്യുന്നതാ എൻ്റെ ആഗ്രഹം. അതാ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് കർത്താവ് ചോദിച്ചാൽ വാ തുറന്ന് പറയണം, ദൈവസഭയുടെ വളർച്ച എൻ്റെ ഒരു ആവേശം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഒരു പണി നടത്തുവാൻ ഞാൻ ഒരുക്കമാണ്. ഭൗതിക ജോലിയല്ലേ, പാനവ കപ്ബെയർ എന്ന് പറയുന്ന നല്ല ഫാൻസി ആൻഡ് ഫാൻറ്റസി ജോബ് എനിക്കുണ്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുണ്ട്. അതിനപ്പുറത്ത് ദൈവസഭയ്ക്ക് എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടാം? ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും എനിക്ക് പറയുവാനുള്ളത്, അല്ലയ്യ, എന്നെയും കൊണ്ട് ദൈവസഭയ്ക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും? നമ്മുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ അങ്ങനെ വാ തുറന്ന് പറയുവാൻ നാം തയ്യാറാകണം. നമുക്കറിയാം, ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങളെ ഈ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എസ്തേറിനോട് ചോദിച്ചാട്ടെ, കുഞ്ഞാ നിൻ്റെ ആഗ്രഹം എന്താണ്? ശൂഷൻ രാജധാനിയിൽ അല്ലെങ്കിൽ രാജ്ഞിയായി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രൈസ്കൊടലിയ ആ ഏറ്റവും വലിയ പദവിയോടെ കിരീടധാരണമൊക്കെ കഴിഞ്ഞിട്ട് അഹശ്വേരോശ് രാജാവിൻ്റെ ധർമ്മപത്നിയായി ശൂഷൻ രാജധാനിയിൽ ഏറ്റവും പ്രയോജനമുള്ളവളായി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം രാജാവ് ചോദിക്കുന്നു, കുഞ്ഞെ നിൻ്റെ ആഗ്രഹം എന്താണ്? രാജ്യത്തിൻ്റെ പകുതി വേണേലും തരാമെന്നാണ് പറഞ്ഞത്. 120 സംസ്ഥാനം, ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ അന്നത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ്. 120 സംസ്ഥാനം മിനിമം ഉണ്ട്. 126 120 സംസ്ഥാനമുണ്ട്. അതിൻ്റെ പകുതി തരാമെന്നാണ് പറഞ്ഞത്. 60 സ്റ്റേറ്റ്. ഇവിടെ 5 സെൻറ്റിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന കാലഘട്ടം. അന്നേരം പറഞ്ഞത് 60 സ്റ്റേറ്റ് എഴുതി കൈ തരാമെന്ന്. എനിക്കറിയത്തില്ല കാനഡയിൽ എത്ര പ്രൊവിൻസ് ഉണ്ടെന്ന് അറിയത്തില്ല. അമേരിക്കയിൽ 50 സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയാം. അതിൽ 25 പോയിട്ട് അത് വേണ്ട, അല്ലല്ല, ഒരു എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ സകലതുമല്ല. അതിനുവേണ്ടി ഓടുന്ന കാലഘട്ടത്തെ അവൾ പറഞ്ഞു, ഞാനിവിടെ റിയൽ എസ്റ്റേറ്റിനൊന്നും അല്ല വന്നത്, സ്ഥലക്കച്ചവടത്തിനല്ല വന്നത്, എൻ്റെ ജനം കഷ്ടതയിലായിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കൂട്ടം ജനം ദുഃഖത്തിലായിരിക്കുന്നു, അവർ മരണഭീതിയിലായിരിക്കുന്നു. അവരുടെ വിടുതല എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒന്ന് മാറണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം എന്താ? ദൈവജനത്തിൻ്റെ വിടുതല. ദൈവസഭയുടെ പണി പോലെ തന്നെ ദൈവജനത്തിൻ്റെ വിടുതൽ. ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കണ്ടേക്കാം. തുറന്ന് ദൈവത്തോട് പറയുവാൻ നല്ല അവസരമാണ്. അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ കഷ്ടതയും കൂടെ നമ്മുടെ പ്രാർത്ഥനാ വിഷയമായി മാറണം. അല്ലല്ലേ? അതുകൊണ്ടല്ലേ ഹല്ലേലൂയ മൊർദെഖായി പറഞ്ഞത്, നീ രാജസ്ഥാനത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് എല്ലാവരെക്കാളും ശ്രേഷ്ഠമായി ഒന്നൊന്നും നീ കരുതണ്ട. ഹല്ലേലൂയ. യഹൂദ ജനത്തിന് മറ്റൊരു സ്ഥാനത്ത് ഉദ്ധാരണം രക്ഷ ഉണ്ടായേക്കാം, പക്ഷെ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. അവിടെ ഒരു പദമുണ്ട്, ഫോർ സച്ച് എ ടൈം യു ഹാവ് കം ടു ദിസ് പൊസിഷൻ. ഇങ്ങനൊരു കാലഘട്ടത്തിലാണ്, ഇങ്ങനൊരു സമയത്തിനായിട്ടാണല്ലോ നീ രാജസന്നിധിയിൽ വന്നത്. ഇന്ന് രാവിലെ നാം തിരിച്ചറിയണം, ഫോർ സച്ച് എ ടൈം, ഇങ്ങനെ ഒരു സമയത്ത് ഈ മണ്ണിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തന്നെങ്കിൽ, ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് വരുവാൻ ദൈവം അവസരം തന്നെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ദൈവോദ്ദേശമുണ്ട്. ഒരു 50 വർഷം മുമ്പ് ജനിക്കാതെ, ഒരു 100 വർഷം മുമ്പ് ജനിക്കാതെ, എല്ലാ സാങ്കേതിക വിദ്യകളും അതിൻ്റെതായ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഈ മണ്ണിൽ ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ദൈവ ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടതയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരെ ദൈവത്തിന് ആവശ്യമാണ്. ശലോമോൻ രാജാവിനോട് ഒരിക്കൽ ദൈവം ചോദിച്ചു, കുഞ്ഞൻ നിൻ്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചു. നിൻ്റെ ആഗ്രഹം എന്താ? 40ാമത്തെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് രാജാവായിട്ട് പിന്നെ ശലോമോനിങ്ങനെ ഇരിക്കുന്ന രാത്രിയില്ല, രാജഭരണം കയ്യിലോട്ട് കിട്ടിയതേ ഉള്ളൂ. നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. എന്ത് വേണേലും ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്താ ചോദിക്കുന്ന അറിയത്തില്ലല്ലേ. ദൈവം നേരിട്ട് വന്നിട്ട് എന്തോ വേണമെന്നൊക്കെ ചോദിച്ചു. അവിടെ ശലോമോൻ പറഞ്ഞു, എനിക്ക് വലിയ ജനത്തെ നയിക്കാനുള്ള
ജ്ഞാനമില്ല, അറിവില്ല, കഴിവില്ല. അതുകൊണ്ട് എനിക്ക് ഉയരത്തിലെ ജ്ഞാനം വേണം. പ്രൈസ് കൊടലിയ ദൈവത്തിന് അതങ്ങ് ഇഷ്ടപ്പെട്ടെന്ന്. ഉയരത്തിലെ ജ്ഞാനം വേണം. സാധാരണ രാജാക്കന്മാരോട് എന്തെങ്കിലും വേണം ചോദിച്ച ശത്രു സംഹാരം വേണം, നമ്മൾ വേറെ പറഞ്ഞു കളയുമല്ലോ. നമ്മളോട് ആവശ്യം ചോദിച്ചാൽ കർത്താവെ അവരെന്നോട് ഇടപെടുന്നതൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നാലും കർത്താവ് ഒന്ന് ഇടപെട്ടോണം അല്ലേ. സ്നേഹമൊക്കെയാണ്, പക്ഷെ എന്നാലും ഒന്ന് തെളിയിക്കണേ കർത്താവ്, ഞാൻ നിരപരാധിയാണെന്നൊന്ന് തെളിയിക്കണം. ന്യായം കിട്ടാതെ പോയ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ പറയുന്നത് അല്ലല്ലേ. ക്രൂശിൽ ന്യായം കിട്ടിയില്ല, യേശുവിനെ ന്യായം കിട്ടിയില്ല. കള്ളസാക്ഷികളൊക്കെ വന്ന് പറഞ്ഞു യേശുവിനെ കാരണമില്ലാത്ത കാരണം ചൊല്ലിയാണ് ശിക്ഷ വിധിച്ചത്, ക്രൂശിച്ചത്. ആ യേശുവിൻ്റെ മക്കളായ നമുക്ക് ഈ മണ്ണി ഒരു ന്യായവും കിട്ടത്തില്ല ദൈവമക്കൾ അല്ലല്ലേ. ഒരു ന്യായവും കിട്ടത്തില്ല, ഒരു നീതിയും കിട്ടത്തില്ല. കാരണം എബ്രായലേഖന കർത്താവ് പറയുന്നത് ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് രാവിലെ നാം തിരിച്ചറിയേണ്ടത്, ശലോമോൻ പറഞ്ഞത് എനിക്ക് വേണം, ജ്ഞാനം വേണം. കുഞ്ഞുങ്ങളെയും പറഞ്ഞ് പഠിപ്പിക്കണം. ഇന്ന് രാവിലെ ഞാൻ കുഞ്ഞുങ്ങളോട് ചേർത്താണ് ഈ മെസ്സേജ് പറയുന്നത്. ടീച്ച് യുവർ ജനറേഷൻ, ആസ്ക് ദ ലോർഡ് ദാറ്റ് ഐ നീഡ് ദ വിസ്ഡം ഫ്രം അബോവ്. എനിക്ക് ഉയരത്തിലെ ജ്ഞാനം വേണം. In this wicked and crooked and perverse generation, we cannot survive with our own intellectual ability or what we learn from the book or the knowledge of the school. We need the wisdom from above. ഞങ്ങൾക്ക് ഉയരത്തിലെ ജ്ഞാനം വേണമെന്ന് അല്ലല്ലേ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പം ഞാനിന്ന് പറഞ്ഞു വരുന്നത്, ഒരു കുരുടനോട് യേശു ചോദിക്കുന്നു നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു എനിക്ക് കാഴ്ച വേണം. അങ്ങനെയെങ്കിൽ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5 പ്രാർത്ഥനകളുണ്ട്. 5 പ്രാർത്ഥനകളാണ് ഈ 6 സെഷൻ. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രി വരെ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത് അല്ലല്ല. അതിനകത്ത് 7 വിഷയങ്ങളുള്ള ഒരു അധ്യായമാണ് മർക്കോസിൻ്റെ സുവിശേഷം. വ്യത്യസ്തമായൊരു സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം അല്ലല്ല. മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദാസത്വത്തെക്കുറിച്ച്, യേശു എന്ന സെർവൻ്റ്, യേശു ഒരു നല്ല ദാസനായിരുന്നു, മനുഷ്യപുത്രൻ ആയ യേശു ഒരു ദാസ രൂപമെടുത്ത എന്ന യേശുവിൻ്റെ സ്വഭാവ വിശേഷണത്തെയാണ് മർക്കോസ് പ്രത്യേകാൽ അഡ്രസ്സ് ചെയ്യുന്നത്. ആ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായം 7 വിഷയങ്ങളെയാണ് പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്നത്. അതിൽ 7 നമുക്ക് പഠിക്കാൻ താല്പര്യം എനിക്കിപ്പോൾ ഇല്ല. ഇന്ന് ഈ ദിവസങ്ങളിൽ 5 വിഷയങ്ങൾ 6 സെഷനായിട്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ആരംഭ ഭാഗം 1 തൊട്ട് 12 വരെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, വിവാഹമോചനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. അതിപ്പോൾ നമ്മളൊരു ബൈബിൾ ക്ലാസ് അല്ലാത്ത കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ ഞാനിവിടെ 2-3 ദിവസം ഉണ്ട്, ഞാനത് പറഞ്ഞു തരാൻ, കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം പറഞ്ഞു തരാം. നമ്മുടെ അറിവ് കൊണ്ടല്ല, കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം. അത് കഴിഞ്ഞിട്ട് 13 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇനി ധ്യാനിക്കുന്നത്. ഇന്നല്ല, ഓരോ സെഷനായിട്ട്. ആരംഭത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. സാധാരണ ശിശുപ്രതിഷ്ഠ, ഇതെവിടെ നിന്ന് വന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ സഭയിലൊക്കെ ഇഷ്ടംപോലെ ചടങ്ങുകളുണ്ട്. നമുക്ക് സ്നാനമുണ്ട്, കർത്തൃമേശയുണ്ട്, വിവാഹമൊക്കെ ഉണ്ട്. വേദപുസ്തകത്തിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെ നടത്തണം എന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നും ഇല്ല അല്ലേ. സഭായം പോലും എങ്ങനെ നടത്തണമെന്ന് ഇതൊക്കെ നമുക്ക് പക്വത തരുന്ന ദൈവത്തിൻ്റെ കൃപയാൽ ദൈവദാസന്മാർ കാലാകാലങ്ങളിൽ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു കാര്യമാണ്. ഇനി സഭയ്ക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, ആദ്യമേ പാസ് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് പ്രാർത്ഥിച്ച് തുടങ്ങും, പിന്നെ 2 പാട്ട് 3 അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇന്നെന്താ 3 പാട്ട് പാടിയെന്ന്. അത് കഴിഞ്ഞൊരു സങ്കീർത്തനം സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ നമുക്കെന്തോ ബുദ്ധിമുട്ടൊക്കെയാണ്. അത് കഴിഞ്ഞ് സാക്ഷിയോടെ, എനിക്കറിയത്തില്ല ഇവിടുത്തെ ഞാൻ പൊതുവരെ ഇതൊന്ന് ഓർഡർ തെറ്റിച്ച് നോക്കി ആകെ പ്രശ്നമാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എഴുതപ്പെട്ട ലിറ്റർജി ഇല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന സമയത്ത് ഇന്നത് നടക്കുമെന്നൊക്കെ അല്ലേ. അപ്പം ഞങ്ങളുടെ സഭയിൽ ഞാൻ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, ആശീർവാദം മാത്രം അവസാനമായിരിക്കും, ബാക്കി എപ്പോൾ നടക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് സങ്കീർത്തനം വായനയുടെ സമയത്ത് കയറി വരാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സങ്കീർത്തനം ആഴ്ച കണ്ടെന്ന് വരത്തില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു ഓർഡറിൽ ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ശിശുപ്രതിഷ്ഠാ സമയത്ത് വായിക്കുന്നൊരു വാക്യം എന്ന് പറയാനാണ് വന്നത്. 13 തൊട്ട് 16 വരെ ഒന്ന് വായിച്ചോട്ടെ. മർക്കോസ് 10-ാം അധ്യായം, Mark chapter 10 verse 13 through 16. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. ഇത് 5 പ്രാർത്ഥനകളാണ് നാം ഈ ദിവസങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് 5 പ്രാർത്ഥനകളാണ് മർക്കോസിന്റെ സുവിശേഷത്തിലെ
5 പ്രാർത്ഥന. ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ന് രാവിലെ നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത്, ഇഫ് യു ആർ റെക്കോർഡിംഗ് ദാറ്റ് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ദ ഹോൾ ചർച്ച്. ഓരോ സെഷനിൽ നിങ്ങൾ വന്നില്ലെന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടേണ്ട, നിങ്ങൾക്കിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ചില ആത്മീയ പാഠങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന, നിങ്ങളുടെ ആഗ്രഹം എന്താ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. ഒരു കൂട്ടം ആൾക്കാർ യേശുവിൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു, ശിശുക്കളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കർത്താവ് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ എന്ന്. ഒന്ന് ശ്രദ്ധിക്കണ പദങ്ങളൊക്കെ വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. യേശുവിൻ്റെ അടുക്കൽ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇതെല്ലാം. വാട്ട് ഈസ് യുവർ ഡിസയർ എന്നുള്ള ചിന്തയിൽ നിന്നാണ്. എന്താ നിങ്ങളുടെ ആഗ്രഹം? ടച്ച് അവർ ജനറേഷൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണം. പ്രൈസ് ഗോഡ്. എല്ലാ മാതാപിതാക്കൾക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന. അപ്പോൾ തന്നെ സഭയായി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടങ്ങളിൽ തലമുറയ്ക്കൊരു ദൈവിക സ്പർശനം ഉണ്ടാകണം. വളർന്നു വരുന്ന തലമുറകൾക്ക് ഇതൊരു വല്ലാത്തൊരു തലമുറയാണ്, വക്രതയുള്ള തലമുറയാണ്, കോട്ടമുള്ള തലമുറയാണ്, അല്ലെങ്കിൽ ദൈവകൃപ ചോർത്തിക്കളയുന്ന തലമുറയാണ്. ഈ തലമുറയുടെ നടുവിൽ ദൈവമക്കളായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കണം. ഉദരത്തിൽ ഉരുവാകുന്ന ശിശു മുതൽ, അല്ലേലൂയ, നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം ദൈവം തരുന്ന കാലഘട്ടം മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ ദൈവകൃപയിൽ വളർത്തുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, കർത്താവേ ഈ ശിശുക്കളെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞു. അതിൽ മുഷിയുന്ന ശിഷ്യന്മാരെയും, ഹല്ലേലൂയ, അതിനുള്ള യേശുവിൻ്റെ മറുപടിയും ഒക്കെയാണ് അവിടുത്തെ ചിന്ത. അതൊന്നും നമ്മുടെ ഒത്തിരി പഠനത്തിന് പോകുന്നില്ല. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവമക്കളെ, നിങ്ങൾ വന്നിരിക്കുന്ന ഈ കാലഘട്ടം തലമുറയ്ക്ക് വേണ്ടി വല്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇവിടെ സെക്കൻഡ് ജനറേഷനായി വരുന്നതേ ഉള്ളൂ. കാനഡയിലേക്കുള്ള ഇമിഗ്രേഷൻ അങ്ങനെ വരുന്നത് കൊണ്ട്, ഹല്ലേലൂയ, അമേരിക്കയിലൊക്കെ 4ാമത്തെ തലമുറ വരെ വന്നതുകൊണ്ട് വളരെ വിശാലമായി പോയി, ഹല്ലേലൂയ, അവരുടെ ചിന്താഗതികൾ. ഹല്ലേലൂയ, കേരള മണ്ണിൽ നിന്ന് വന്ന പല മാതാപിതാക്കളുടെയും മക്കൾക്ക്, ഹല്ലേലൂയ, കേരളം എന്താണെന്നോ ഇന്ത്യ എന്താണെന്നോ അറിയാതെ, അവർ പഠിച്ച ദൈവവചനത്തോടുള്ള നീതി ഒന്നും പുലർത്തുവാൻ കഴിയാതെ ആധുനിക പ്രവണതകളുടെ പുറകെ പോകുന്ന ഒരു കാലഘട്ടത്തിലായി വളരെ ഡിഫിക്കൽട്ടായിട്ട് ദൈവസഭയിലൊക്കെ ശുശ്രൂഷിക്കാൻ പോലും പാടുപെടുന്നൊരു കാലഘട്ടം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ലൊരു അവസരമാണ് തലമുറയെ ദൈവത്തിനു വേണ്ടി വളർത്തിയെടുക്കുക. സഭയുടെ ഭാവി എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഒരു ഫാമിലി സെമിനാർ പോലെ നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഉപവാസ പ്രാർത്ഥന തന്നെയാണ്. ഞാനത് ആത്മീയമായിട്ട് തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. സഭയുടെ ഭാവി എന്ന് പറയുന്നത് തലമുറയെ ദൈവകൃപയിൽ വളർത്തുക എന്നുള്ളതാണ്. ഉദരത്തിൽ ഉരുവാകുന്ന ശിശുവിനെ ചൊല്ലി തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങണം. അതല്ലേ, തലമുറയ്ക്കുള്ള ദൈവ ആലോചന എന്താണെന്ന് ദൈവത്തോട് ചോദിക്കണം. ഞാനും നിങ്ങളും പഠിച്ച കാലഘട്ടമല്ല ഈ കാലഘട്ടം. ഞാനും നിങ്ങളും വളർന്ന കാലഘട്ടമല്ല. ഞാനും നിങ്ങളും ജീവിച്ച സംസ്കാരത്തിൻ്റെ ആധിപത്യങ്ങളല്ല. ഒരു പ്രത്യേക കാലഘട്ടത്തിലായിരിക്കുന്നത് കൊണ്ട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണം. സഭയായി അതിനു വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയിൽ ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പകൽക്കാലമാണ് നാം. ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ എന്ന ലേഖനത്തിൽ ഓർപ്പിച്ചു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് വലിയ സന്തോഷമില്ല. What more joy we can have when we see that our children are walking in truth or walking in the word of God. ദൈവവചനത്തിൽ നടക്കുന്നു, സത്യത്തിൽ നടക്കുന്നു. ഇത് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്പം തീവ്രമായിരിക്കണം. പ്രൈസ് ഗോഡ്. ഇവിടെ ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, യേശുവേ ഇവരെ ഒന്ന് തൊടണം. ജസ്റ്റ് ദേ ആർ എക്സ്പെക്ടിങ് ദാറ്റ് ജീസസ് വുഡ് സ്ട്രെച്ച് ഹിസ് ഹാൻഡ്സ് ആൻഡ് ടച്ച് ദം. യേശു ഒന്ന് കൈ നീട്ടി അവരെ ഒന്ന് തൊടണം. ദൈവിക സ്പർശനം തലമുറയ്ക്ക് ഉണ്ടാകണം. അവരുടെ ബുദ്ധിയെ ദൈവം തൊടണം, അവരുടെ ചെവി ദൈവം തൊടണം, അവരുടെ കണ്ണിനെ ദൈവം തൊടണം, അവരുടെ ആദരത്തെ ദൈവം തൊടണം, അവരുടെ ഹൃദയത്തെ ദൈവം തൊടണം, അവരുടെ കൈകളെ, അവരുടെ കാലുകളെ, അവരുടെ ജീവിതയാത്രയെ ദൈവം തൊടണം. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ച്, അവർ സ്കൂളിൽ പോകുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നിങ്ങൾ ചെയ്യുന്നൊരു വലിയൊരു ശുശ്രൂഷയാണ്. കുടുംബത്തിലെ പിതാക്കന്മാരെ കുറിച്ച് ദൈവം പറഞ്ഞത്, ദേ ആർ ദ പ്രീസ്റ്റ് ഓഫ് ദ ഹൗസ് എന്ന പോലെ കുടുംബത്തിലെ പുരോഹിതന്മാരാണ് മാതാവും പിതാവും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ചർച്ചിൽ വരുമ്പോൾ സൺഡേ സ്കൂൾ എത്ര നേരമുണ്ട് എനിക്കറിയത്തില്ല, 45 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് ആരാധനയ്ക്ക് ഇരിക്കുന്ന എത്ര പേരുണ്ട് അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന 1 മണിക്കൂറോ 2 മണിക്കൂറോ ഭവനത്തിലുള്ളപ്പോൾ ബാക്കി അവർ സ്കൂളിലാണ്. ദേ ആർ എക്സ്പോസ്ഡ് ടു എ കമ്മ്യൂണിറ്റി. ദേ ആർ ഫീഡിങ് ടു ദെയർ ഹാർട്ട് തിങ്സ് ദാറ്റ് യു ഹാവ് നെവർ സീൻ. നിങ്ങൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത കാര്യമാ 8 മണിക്കൂർ കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക്, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുത്തി നിറയ്ക്കുന്നത്. അല്ലെങ്കിൽ പേര് ഫിസിക്സ് എന്നോ ബയോളജി എന്നോ കെമിസ്ട്രി എന്നോ മാത്സ് എന്നോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ മറവിൽ പിശാചിൻ്റെ കമോഡിറ്റിയും കൂടെ ഈ തലമുറയുടെ ഹൃദയത്തിനകത്ത് വേര് വിതയ്ക്കുന്നത് കൊണ്ട് ദൈവമക്കൾ കുടുംബത്തിനകത്ത് ആത്മാവിൻ്റെ വേലി കെട്ടി പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ.
മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആത്മഭാരം ഇന്ന് രാവിലെ വർദ്ധിക്കുന്ന കാര്യമാണ്. അവർ ഡോക്ടറായി, എഞ്ചിനീയറായി, നേഴ്സായി, അല്ലെങ്കിൽ നല്ല പ്രൊഫഷനിലെത്തി, നല്ല കാര്യം. അതിനപ്പുറത്ത് ആത്മനിറവുള്ള കുഞ്ഞുങ്ങളായി മാറണം. പരിശുദ്ധാത്മാവിൽ തലമുറ നിറയുന്നത് സ്വപ്നം കണ്ടു വേണം ദൈവമക്കൾ ആലയത്തിലായിരിക്കുവാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കണം. ഞങ്ങളുടെ മക്കൾ പ്രവചിക്കുന്നവരായി മാറണം. അങ്ങനെ ഒരു ആവേശം ഇന്ന് രാവിലെ ദൈവസഭയ്ക്കുണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കി എപ്പോഴും പറയും, ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡന്റൽ ബർത്ത്. ഞങ്ങൾക്കൊരു തലമുറയെ ദൈവം തന്നു എന്ന് പറയുകയല്ല, ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണെന്ന ധൈര്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത് വാക്യം വായിച്ചാട്ടെ. ശമൂവേൽ 1:27. 1 ശമൂവേൽ 1:27. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എത്ര സ്പെസിഫിക് ആയിട്ടാണ് ഹന്ന പറയുന്നത്. ഹന്നായുടെ പ്രാർത്ഥനയും ഹന്നായുടെ ജീവിതവും നിങ്ങൾക്കറിയാം. ഹന്ന ഇപ്പോൾ ഏലി പുരോഹിതന്റെ മുമ്പിൽ തനിക്ക് ലഭിച്ച ആൺപൈതലിനെ സമർപ്പിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. തുറച്ചു നോക്കി ഏലിക്ക് പ്രായാധിക്യത്തിന്റെ ക്ഷീണം കൊണ്ട് കണ്ണു മങ്ങിയിരിക്കുന്ന കൊണ്ട് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ പ്രാർത്ഥിച്ച ഈ സഹോദരി അറിയുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരൊന്നും നാളെ നമ്മളെ ഓർക്കണമെന്നൊന്നുമില്ല. പ്രൈസ് കൊള്ളല്ലിയ. നിങ്ങൾ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞു കാണും, ഭാഷയോട് പറഞ്ഞു കാണും, വിശ്വാസത്തോട് പറഞ്ഞു കാണും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അവർ മറന്നുപോയി കാണും. പക്ഷേ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് തമ്പുരാൻ തന്ന മറുപടി നിങ്ങൾ മറക്കരുത്. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേൽ എന്ന 3.5-4 വയസ്സുള്ള പൈതലിനെ കൊണ്ടുവന്ന് ശീലോവിലെ ആലയത്തിൽ നിർത്തിക്കൊണ്ട് ഹന്ന പറയുന്ന പ്രസ്താവനയാണ്, ഐ പ്രേഡ് ഫോർ ദിസ് ചൈൽഡ്. ഞാൻ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ഇറ്റ് വാസ് സോ സ്പെസിഫിക്. ഞാൻ പ്രാർത്ഥിച്ചു ഒരു തലമുറയ്ക്ക് വേണ്ടി. അത് തന്നെ ദൈവം എനിക്ക് തന്നത്. ഹല്ലേലൂയ. ഈ കുഞ്ഞ് ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ, ഇവളിങ്ങനെ ആയിപ്പോയല്ലോ, പഠിക്കുന്നില്ലല്ലോ എന്ന് പരാതി പറയാനല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ പിറന്ന, നിങ്ങളുടെ ഉദരത്തിൽ പിറന്ന, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന തലമുറയെ വിരൽ ചൂണ്ടി പറയണം, ഇത് പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന്. ഇന്ന് പകൽക്കാലം അവൻ്റെ ബുദ്ധി, അവൻ്റെ ഭാവി, അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ഇരുളിൻ്റെ ശക്തികളൊക്കെ കണ്ടിട്ട്, അവൻ്റെ സ്വഭാവം കണ്ടിട്ട് പലപ്പോഴും നിങ്ങൾ മനസ്സും അടുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ ഇരിക്കുന്ന ദൈവദാസിദാസന്മാരെ, നിങ്ങൾ ഹൃദയം തുറന്നു പറയണം, ഇത് പ്രാർത്ഥനയുടെ മറുപടിയാ. പിശാചിന് അവകാശം പറയാനുള്ളതല്ല ഇത്. പിശാചിൻ്റെ ബുദ്ധി, പിശാചിൻ്റെ പദ്ധതി വെളിപ്പെടുത്താനുള്ളതല്ല. ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിയതാണെന്ന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ ഒത്തിരി കരഞ്ഞതാണെന്ന് അമ്മ പറയുന്നതിൻ്റെ അർത്ഥം. കാരണം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങളിലൊക്കെ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചൊരു സഹോദരിയാണ്. ഹല്ലേലൂയ. അവിടെ ആഗ്രഹം നിങ്ങൾക്കറിയാമല്ലേ, ഒരു തലമുറ ഇല്ലെന്നായിരുന്നു ആഗ്രഹം. ഒരു തലമുറ ഇല്ലെന്നുള്ള ആഗ്രഹമാണ്. മക്കളില്ലാത്തവരുടെ വേദന നമുക്കറിയാം. മക്കളുള്ളവർക്ക് മക്കളെക്കുറിച്ചുള്ള വേദന പോലെ തന്നെയാണ് മക്കളില്ലാത്തവർക്കുള്ള വേദന. ഈ വേദനയോടെ വന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം, തലമുറ വേണം. പക്ഷെ പള്ളി വന്നപ്പോഴേ അറിഞ്ഞത്, എനിക്ക് വീട്ടിലൊരു മകനില്ലാത്തതിനേക്കാൾ ദൈവസഭയ്ക്കൊരു ശുശ്രൂഷകനെ വേണം. നോക്കിയേ, ആലയത്തിൽ വരുമ്പോഴേ നമ്മുടെ ആഗ്രഹം മാറത്തുള്ളൂ. നമ്മുടെ വീട്ടിലെ കൊച്ചു ആഗ്രഹങ്ങളൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ അവൻ വളർന്നിട്ട് വലുതായിട്ട് എന്നെ ഒന്ന് നോക്കുന്ന, എൻ്റെ കഷ്ടത്തൊക്കെ മാറുന്ന. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ചൊക്കെ അങ്ങനെയല്ലായിരുന്നു സ്വപ്നം. ഹല്ലേലൂയ. ഇവനെങ്ങും പോകരുത്, ഹല്ലേലൂയ, ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം, ഏരിയ തന്നെ കാണണം. അപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കളൊക്കെ ഓർത്ത് കാണും, ഈ ഹല്ലേലൂയ വളർന്നു വരുമ്പോൾ ഇവിടെ തന്നെ കാണും, ഈ വീട്ടിലൊക്കെ കാണുമെന്ന്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്ന ഭാഷ അല്ലേ? പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ജീവിത സാഹചര്യം വരുമ്പോൾ നമ്മൾ അവരെയൊക്കെ വിട്ട്, ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ട് പേടിച്ചു പോയോ? കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ നമ്മളെ വിട്ട്. പക്ഷേ ഇവർ ദൈവസഭയ്ക്ക് പ്രയോജനമായി തീരണം. ഇവർ എനിക്ക് പ്രയോജനമായി തീരണമെന്ന് പറഞ്ഞല്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്, ദൈവത്തിന് പ്രയോജനമായി തീരണം. ആലയത്തിന്റെ ശൂന്യത അവൾ കണ്ടു. ദൈവസഭയ്ക്കകത്ത് വന്നപ്പോൾ ഇവിടെ പാടാൻ ആളില്ല, ഇവിടെ പ്രാർത്ഥിക്കാൻ ആളില്ല. ആ അച്ചായൻ്റെ കാലം കഴിഞ്ഞാൽ, ആൻറ്റിയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആര് ഉപവസിക്കും? ഞങ്ങൾ പരിഹാരം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ തലമുറ വരുമ്പോൾ ഞങ്ങൾ ചെയ്ത ശുശ്രൂഷ അവരേറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വേണം പ്രാർത്ഥിച്ചു തുടങ്ങാൻ. ഹല്ലേലൂയ. നീ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ യഹോവയ്ക്ക് ജീവപര്യന്തം മടക്കി കൊടുക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ
യഹോവ തരുന്ന അവകാശമാണ്. ഉദരഫലം ദൈവത്തിൻ്റെ പ്രതിഫലമാണ്. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങളെ പോലെയാണ് അവർ. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് വേണ്ടി വളർത്തുവാൻ മാതൃകയോടെ വിശ്വസ്തയോടെ ഈ തലമുറയെ നമ്മൾ വളർത്തിയെടുക്കണം. അപ്പം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം ഞാൻ ഈ പറഞ്ഞു വരികയാണ്. ഇവിടെ എല്ലാം കുഞ്ഞുങ്ങളെല്ലാം ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കുന്നവരാണ്. ഐ അപ്രിഷിയേറ്റ് ദം. കൂടുതലും നല്ല കുഞ്ഞുങ്ങളാണ് കൂടുതലൊക്കെ താല്പര്യം കാണിക്കുന്നത്. പ്രായമുള്ളവരൊക്കെ ഉണ്ട്, അതിനും അവരെ ഞാൻ എൻകറേജ് ചെയ്യുന്നു. പക്ഷേ വെറുതെ ഒരു ഗിറ്റാർ അടിക്കുന്ന ആളിനെ അല്ല ദൈവസഭയ്ക്ക് വേണ്ടത്. ക്രൈസ്തലോട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കും ചെയ്യില്ല കേട്ടോ. ഞാനൊരു സഭയുടെ പാസ്റ്ററും കൂടെ ആയതുകൊണ്ട് 500 പേരുണ്ട് അവിടെ. അതിനും പാസ്റ്ററാണ്. പിന്നെ ഞാൻ ഈ ലോകം മുഴുവൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലയ്യ, നമുക്കൊരു സാധാരണ പ്രസംഗകനെ അല്ല ഈ കാലഘട്ടത്തിൽ വേണ്ടത്. നമുക്കൊരു സാധാരണ പാട്ടുകാരൻ, നല്ല അനുഗ്രഹിക്കുക പാട്ട് പാടി ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കയറി വന്നത്. വളരെ സന്തോഷം തോന്നി. നമുക്ക് വേണ്ടത് പാട്ടുകാർ അഭിഷേകത്തോടെ പാടണം. എൻ്റെ ഉദാഹരണം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലയ്യ, ദിനവൃത്താന്ത പുസ്തകം 1-ാം പുസ്തകം, First Chronicles chapter 25. Children, if you want to turn with me to First Chronicles, you have a Bible or you can see it on the screen. അല്ലേ, 1 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് നിർത്തി വായിച്ചേ. 1 ദിനവൃത്താന്തം, First Chronicles chapter 25 verse 1 onwards. ശ്രദ്ധിക്കണേ. ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിൻ്റെയും ഹേമാൻ്റെയും. അപ്പോൾ ആ പുത്രന്മാര് എല്ലാവരും ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാണ്. എന്തൊക്കെയാണ് വായിക്കുന്നത്? സൺസ് ഓഫ് ആസാഫ്, സൺസ് ഓഫ് യദൂദാൻ, സൺസ് ഓഫ് ഹേമാൻ. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വർഷിപ്പ് ലീഡേഴ്സാണ്, പാട്ടുകാരാണ് ആസാഫ്. ഹല്ലേലൂയ. പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പിന്നെ ഹേമാൻ, പിന്നെ യദൂദാൻ. ഇവർ 3 പേരുമാണ് ദാവീദിൻ്റെ ആലയത്തിലെ പ്രധാന വർഷിപ്പ് ലീഡേഴ്സ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവരുടെ മക്കള് ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാ. കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് ഹല്ലേലൂയ അവർ വീണ വായിക്കുന്നവരാണ്, തപ്പ് കൊട്ടുന്നവരാണ്, അവർ കിന്നരം വായിക്കുന്നവരാണ്. പക്ഷെ അവരെക്കുറിച്ച് പറയുന്നത് അത് വായിക്കുക മാത്രമല്ല, അവർ പ്രവചിക്കുന്നവരായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സാധാരണ ഗിറ്റാർ വായിക്കുന്നവരെ അല്ല നിങ്ങൾ സ്വപ്നം കാണേണ്ടത്, പ്രവചിക്കുന്ന ഗിറ്റാർ വായിക്കുന്നവനെ. ഹല്ലേലൂയ. സാധാരണ ഡ്രംസ് പ്ലേ ചെയ്യുന്നവരെ, കീബോർഡ് വായിക്കുന്നവരെ അല്ല, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവരെ വേണമെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള പുത്രിമാർ സഭയിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ എൻകറേജ് ചെയ്യുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് മാറിയാട്ടെ. ഹല്ലേലൂയ. We want to see our generation. They are standing for the power of the Holy Spirit. They are prophesying. They are singing in spirit, speaking in tongues. They are preaching in the power of the Lord. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ പാടട്ടെ, അന്യഭാഷയിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പുതിയ ശുശ്രൂഷയ്ക്കായി ഈ തലമുറ വളർന്നു വരണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളവരായി മാറട്ടെ. അതിനൊന്ന് തൊടണമേ. ഇന്ന് പകൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നോട്ട് കർത്താവെ അവനെ അങ്ങനെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇവന്റെ ആദരത്തിൽ കൂടെ ദൂത് വരണം. യോവേൽ പ്രവാചകൻ പ്രവചിച്ചതാണല്ലോ, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അങ്ങനെ പകരുമ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യും? ആത്മനിറവിൽ പ്രവചിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവസഭയിൽ ഉണ്ടാകണം. പ്രവചനം എന്ന് പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് കാര്യം പറഞ്ഞതല്ല. ദൈവവചനം ആദരത്തിൽ കൊണ്ട് നടക്കുന്ന, ദൈവവചനത്തിനു വേണ്ടി നിലകൊള്ളുന്ന, ദൈവാത്മാവിൽ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങൾ സഭയിൽ ഉണ്ടാകണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴാണ് തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി പിശാചി പദ്ധതി മുഴുവൻ ഒരുക്കിയത്. ഇന്ന് പകൽ അതിന്മേലൊക്കെ നമ്മൾ ജയമെടുക്കാൻ പോവുകയാണ്. മക്കളെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാട് വേണം. ദൈവത്തോട് ചോദിക്കണം കേട്ടോ. ദൈവത്തോട് ആലോചന ചോദിക്കണം. നമ്മൾ ഈ മനുഷ്യര് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി വെച്ചൊക്കെ നമ്മൾ നടത്താൻ പോയി കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് പോയിക്കാട്ടെ. ഉൽപ്പത്തി 25 അതിൻ്റെ 22-ാം വാക്യം. ശ്രദ്ധിക്കണം. ഇവിടെ ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്കയ്ക്ക് തലമുറകളില്ലായിരുന്നു. ഇസഹാക്ക് പ്രാർത്ഥിച്ചു. ദൈവം ഉദരത്തിൽ ശിശുക്കളെ കൊടുത്തു. ശിശുക്കൾ ഉദരത്തിൽ ഇരട്ടക്കുഞ്ഞുങ്ങളാണ് അല്ലേ? അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഉദരത്തിലായപ്പോൾ ഈ ശിശുക്കൾ എന്തായി തീരുമെന്ന് അറിയാൻ വേണ്ടി അവൾ എങ്ങോട്ട് പോയി? മുന്തപ്പോൾ വായിച്ചത് ദൈവത്തോട് ചോദിക്കാൻ പോയി. നമുക്കറിയാം അല്ലേ, ഉദരത്തിലായിരിക്കുന്ന ശിശുവിൻ്റെ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ
മോഡേൺ മെഡിക്കൽ ടെക്നോളജി അനുസരിച്ച് ജെൻഡർ അറിയാൻ പറ്റും. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, മൈനർ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിനപ്പുറത്തൊന്നും ഭാവി അറിയാവുന്ന, ഇവൻ അമേരിക്കൻ പ്രസിഡന്റ് ആവുമെന്ന് പറയുന്ന ടെക്നോളജി ഒന്നും ഇല്ല. അത് രംഗം കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. പ്രൈസ് കൊടലില്ല. ഇപ്പം പാസ്റ്റർ ആവുമോ, വിശ്വാസിയാവുമോ, കൈയണ്ണി വലുതാകുമ്പോൾ കൈയടിക്കുമോ, ഒന്നും അങ്ങനെയുള്ള ഒന്നും നമ്മുടെ ഇതിനകത്തൊന്നും ടെക്നോളജി ഒന്നുമില്ല. കൂടി വന്ന ആണാണോ പെണ്ണാണെന്നറിയാം. എന്തെങ്കിലും ജനറൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ സഹോദരി പറഞ്ഞു, നേരെ ഞാൻ ദൈവത്തോട് ചോദിക്കാൻ പോകുക, ഇങ്ങനെ പോയാൽ എന്തായിത്തീരും? ദൈവം ഒരു പ്രിൻ്റ് എടുത്ത് കൈ കൊടുത്തു, സ്കാൻ റിപ്പോർട്ട് എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞ് അകത്ത് 2 ജാതിയുള്ളതെന്ന് പറഞ്ഞു. നോക്കി ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. 2 ജാതികൾ അകത്തുണ്ട്, 2 വംശങ്ങൾ ഉദരത്തിനകത്തുണ്ട്. മൂത്തവൻ ഇളവനെ സേവിക്കും. ഇതിക്കുള്ള ആ നടക്കാൻ പോകുന്ന സകല കാര്യങ്ങളും അറിയുന്നവനാ ദൈവമെന്ന്. അതുകൊണ്ടല്ലേ 139 സങ്കീർത്തനം 16 വാക്യം തൊട്ട് 13 വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ കണ്ണെന്നെ കണ്ടു. ഞാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവിടുത്തെ കണ്ണിന് ഞാൻ മറവായിരുന്നില്ല. എൻ്റെ അസ്ഥികൂടം പോലും അങ്ങക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. ഞാൻ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നു. ഭയങ്കര അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതെല്ലാം എൻ്റെ പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതി അതാണ്. എവറിത്തിങ് ഈസ് റിട്ടൺ ഇൻ ഈസ് ബുക്ക്. നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇവരൊന്നും പഠിക്കുന്നില്ലല്ലോ, ഗ്രേഡ് കുറഞ്ഞു വരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞാനങ്ങ് പഠിക്കാത്തവരെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളങ്ങ് ഒത്തിരി ആകുല ചിന്തയൊന്നും പാടില്ല ഇതിനെ ഓർത്ത്. ചിലർക്ക് അങ്ങ് ടെൻഷനാണ്. പാസ്റ്റർ ഇവർ ഒന്നും പഠിക്കുന്നില്ല, ഇങ്ങനെ പോയവനെങ്ങ്, നിങ്ങളാരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പോയാലും ഇവനെവിടെ? നമ്മുടെ അപ്പന്മാരും ചോദിച്ചു, ഇങ്ങനെ പോയാലും ഇവൻ എവിടെ എത്തുന്നു? പക്ഷേ ദൈവം ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ? അത് ഓർത്താൽ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ സകല ആകുല ചിന്തയും നമ്മുടെ നിന്ന് പോകും. ഞാൻ ഈയിടയ്ക്ക് ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, പിള്ളേർ ഗ്രേഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 10ാം ക്ലാസ്സിലെ SLC ബുക്ക് എടുത്ത് നോക്കിയാൽ മതിയെന്ന്. അവരവരുടെ SLC ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ നല്ല പച്ചയും ചുവപ്പും നീലയും വരെയുള്ള ആ ബുക്കും കൈ പിടിച്ചുകൊണ്ട് നടന്ന നമ്മെ ഇവിടെ വരെ കൊണ്ടുവന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, the same God sustained you in your lifetime, absolutely able to sustain them in their lifetime. നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളെ നടത്തി പുലർത്തിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറയെ അതിലും ശ്രേഷ്ഠകരമായി, അതിലും ശുഭകരമായി നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. കാരണം ഭാവി അറിയുന്നവനെ നമുക്കറിയാമെങ്കിൽ ഭാവി ഓർത്ത് ഭാരപ്പെടണ്ടെന്നാ പറഞ്ഞത്. അതെല്ലാം എൻ്റെ പുസ്തകത്തിലില്ലയോ? ഐ നോ യുവർ ഫ്രെയിം എന്ന, ഞാൻ നിന്റെ പ്രകൃതി അറിയുന്നു. ഇന്ന് രാത്രി പകൽക്കാലം നമ്മുടെ പ്രകൃതി അറിയാം. നമുക്ക് എത്ര ബുദ്ധിയുണ്ട്, എത്ര കഴിവുണ്ട്, എവിടെ വരെ എത്തും എന്നൊക്കെ നമുക്കല്ല, ദൈവത്തിന് അറിയാവുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ധൈര്യത്തോടെ പറയണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ. അതാണ് നമ്മുടെ ആവർത്തിച്ച് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ദൈവ സ്പർശനത്തിന് വേണ്ടി ഇന്ന് രാവിലെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ. മാതാപിതാക്കൾ വന്ന് നിലവിളിക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ പശ്ചാത്തലത്തിലോ ശമരിയ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ യവനായ പശ്ചാത്തലത്തിലോ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക്, അവരുടെ തലമുറകൾക്ക് ദൈവസ്പർശനം വേണമെങ്കിൽ ആധുനിക സംസ്കാരത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന നമുക്ക് എത്രമാത്രം കരഞ്ഞു പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ എന്ന്. നമ്മൾ ഭക്തരായി ജീവിക്കുമ്പോൾ ഉറപ്പാണ് നമ്മൾ കുഞ്ഞുങ്ങളിൽ നല്ലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും, പക്ഷെ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപ വിട്ടു പോകാറുണ്ട്. ഒരു സാധ്യത കാണുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന് 1 തൊട്ട് വായിച്ചാട്ടെ. 1 ശമൂവേൽ 8-ന്റെ 1 തൊട്ട്. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവ് എന്നും പേർ. അവർ ബേർഷേബിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളും കൈക്കൂലി വാങ്ങുന്നവരും ന്യായം മറിച്ചു കളഞ്ഞവരായി മാറി. ആരുടെ മക്കളാ? ശമൂവേൽ എന്ന പ്രവാചകന്റെ. ദാൻ മുതൽ യഹോവയോട് ഞാൻ ചോദിച്ചു വാങ്ങി എന്ന് അമ്മ പേരിട്ട ശമൂവേൽ പ്രവാചകൻ താൻ വളർന്ന് വിവാഹം കഴിച്ചതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറയുന്നത്. ദാൻ മുതൽ ബേർഷേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെട്ട ശമൂവേലിൻ്റെ മക്കളെ പിടിച്ച് ന്യായാധിപന്മാരാക്കി നോക്കി. പക്ഷേ അവർ അവരുടെ അപ്പൻ്റെ വഴിയിൽ നടന്നില്ല. വളരെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് ഹൃദയത്തിന് ഒത്തിരി വേദന ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്.
അയ്യോ കർത്താവെ, പാട്ട് പാടി പ്രാർത്ഥിച്ച് കൈയടിച്ച് വീട്ടിനകത്ത് വചനം പറഞ്ഞു കൊടുത്ത് അല്ല കൂടെ കൊണ്ടു നടന്ന് കാർ സീറ്റ് ബെൽറ്റിലിട്ട് മുറുക്കി എല്ലാ പ്രാർത്ഥനയ്ക്കും കൊണ്ടുപോയിട്ടും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും ദൈവകൃപയിൽ അല്ലെന്ന് കാണുമ്പോൾ എന്തൊരു വിഷമമായിരിക്കും. ഒത്തിരി പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പല മാതാപിതാക്കളുടെയും കണ്ണുനീര് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ്? അവിടെയൊക്കെ കർത്താവ് തന്നൊരു മറുപടി അല്ലല്ലിയ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ കയ്യിലെ പോരായ്മകൾ കണ്ടേക്കാം, പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ശത്രു കള വിതയ്ക്കുന്നതാ. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ അതുണ്ടെന്നേ. വിത്ത് വിതച്ചവൻ ഉറങ്ങുമ്പോൾ ശത്രു രാത്രിയിൽ വന്ന് കള വിതച്ചു. എന്തുകൊണ്ടാണ്? പലപ്പോഴും നാം അറിയാത്ത വിഷവിത്തുകൾ, നാം അറിയാത്ത ദുരുപദേശങ്ങൾ, നാം അറിയാത്ത ലോകമോഹങ്ങൾ, നാം അറിയാത്ത ജഡത്തിൻ്റെ ഇച്ഛകൾ ഈ തലമുറയുടെ ബുദ്ധിയിലേക്ക് വാരി വിതറുന്ന ശത്രുക്കളുണ്ട്. അതുകൊണ്ട് ഇയ്യോബിനെ പോലെ മക്കൾക്ക് വേണ്ടി ദിനംതോറും യാഗം കഴിക്കണം. ഹല്ലേലൂയ. ഇയ്യോബ് ഒരു ഭക്തനാണല്ലേ? ഇയ്യോബ് ഭക്തനാണല്ലോ. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, യഹോവ ഭക്തനാണ്. പക്ഷെ ഇയ്യോബിനൊരു പേടി, എൻ്റെ മക്കൾ അറിയാതെ പാപം ചെയ്തു പോകുമോ? അതുകൊണ്ട് ഇയ്യോബ് അവർക്ക് വേണ്ടി യാഗം കഴിച്ചതുപോലെ മാതാപിതാക്കളെ ഇന്ന് പകൽക്കാലം ദൈവസ്പർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ കുടുംബജീവിതം, അവർക്ക് മക്കളാകുമ്പോൾ അവർ ദൈവകൃപ വിട്ടു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ചുറ്റും കെട്ടി അതേ വേലി എൻ്റെ തലമുറയ്ക്ക് ചുറ്റും ദൈവം ഒന്ന് കെട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓ റബ ശതരാധന. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അങ്ങനെ വിവേചിക്കുമ്പോൾ എനിക്ക് ചുറ്റും കെട്ടി അതേ വേലി, വിശ്വാസത്തിൻ്റെ വേലി, ദൈവവചനത്തിൻ്റെ വേലി, ഞങ്ങൾക്ക് ചുറ്റും കെട്ടിപ്പൊക്കിയ ദൈവകൃപയുടെ വേലി ഞങ്ങളുടെ മക്കളുടെ കാലത്ത് അവർക്ക് ചുറ്റും ശത്രു തൊടാതെ കെട്ടിപ്പൊക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. ദൂരബ ശഖരമന വൈഡമാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധരബലബലവ സധരവനാക്ഷര ഉദിയാരബലവ സന്തരാദിയാര. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. ആത്മനിറവുള്ള കുഞ്ഞുങ്ങൾ സഭയുടെ സ്വത്തായി മാറണം. Because they are the hope of the future. 5 വർഷം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഓരോ താമസമായി ആണെങ്കിൽ നമ്മിൽ പലരും ക്ഷീണത്തോടെ പ്രായത്തോടെയൊക്കെ ആകുമ്പോൾ സഭയുടെ മുന്നോട്ടുള്ള നടത്തിപ്പ് ഈ കുഞ്ഞുങ്ങളിൽ കണ്ടുവേണം ദൈവസഭ നടത്തുവാൻ. ഇൻവെസ്റ്റ് ദം. അവരിൽ ആണ് നാം അല്ല മുടക്കേണ്ടത്. അവരിൽ ദൈവവചനം, ആത്മീയ ആരാധന, കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമിനോ ടോക്കിംഗ് അബൌട്ട് ജസ്റ്റ് കോമ്പറ്റീഷൻ അതല്ല പറഞ്ഞു വരുന്നത്. കുഞ്ഞുങ്ങളുടെ ആത്മീക ഉത്തേജനത്തിന് എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാമോ ദൈവസഭ അതിലങ്ങ് ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലല്ല, നാം ഒന്ന് മാറിക്കൊടുക്കേണ്ടി വന്നാലും, ചിലപ്പോഴൊന്ന് മാറിക്കൊടുക്കേണ്ടി വന്നാലും, നമ്മുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ദൈവസഭ ചെയ്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബ് പ്രാർത്ഥിക്കുക, മക്കൾക്ക് ചുറ്റും വേലി കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇയ്യോബ് മക്കൾക്ക് വേണ്ടി പാപം ചെയ്യാതിരിക്കേണ്ടതിന്, അവരുടെ പാപം പൊറുക്കേണ്ടതിന് അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പിതാവ്. ദൈവമക്കളെ, അതുപോലെ തന്നെയാണല്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബേസിക് ആയിട്ട് നാം ചെയ്യേണ്ടതാണ് ഇന്ന് പറഞ്ഞ പ്രാർത്ഥന. കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കണം. മോശയുടെ ചരിത്രം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. കർത്താവിൻ്റെ ദാസൻ മോശയുടെ അവസാന നിമിഷത്തിൽ തൻ്റെ ആവേശത്തിൻ്റെ പ്രാർത്ഥന പറഞ്ഞല്ലോ, ഇശയൂരിൻ്റെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. ഹല്ലേലൂയ. അണ്ടർനീത്ത് ആർ ദ എവർലാസ്റ്റിംഗ് ആം. കീഴെ ശാശ്വത ഭുജങ്ങൾ. 120-ാമത്തെ വയസ്സിൽ കണ്ണുമങ്ങാതെ ദേഹബലം ക്ഷയിക്കാതെ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കയ്യാൽ അടക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച വിശ്വസ്ത പ്രവാചകനായ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനായിരുന്നു. 3 പദങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ ഭാഗത്തേക്ക് പ്രവേശിക്കണം. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടണമേ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ പ്രീ റിക്വസ്റ്റ് ഓഫ് ദ പ്രിപ്പറേഷൻ വി നീഡ് ടു മേക്ക്? നാം ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ കാര്യം അവിടെ തൊടുന്നത്. മക്കളെ കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് തൊടണമേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിക്കത്തക്ക രീതിയിൽ കുഞ്ഞുങ്ങളെ നാം കൊണ്ട് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, എബ്രായ കുടുംബത്തിൽ ലേവി ഗോത്രത്തിൽ ഇതാ ഒരു ഹല്ലേലൂയ ശിശു ജനിക്കുകയാണ്. ഫറവോന്റെ കൽപ്പന കഠിനമായിരിക്കുന്ന കാലം. ജനിക്കുന്ന ശിശുക്കളെ മുഴുവൻ കൊന്നുകളയണമെന്ന ശിശുവധത്തിന് ഫറവോൻ കൽപ്പന കൊടുക്കുമ്പോഴാണ് അമ്രാം യോക്കബദ് ദമ്പതികൾക്ക് ആര് ജനിക്കുന്നത്? മോശ ജനിക്കുന്നത്. മോശ ജനിച്ചു കഴിഞ്ഞ ഉടനെ മോശ ഹല്ലേലൂയ എൻ്റെ 2-3-ാം വാക്യം വായിച്ചു. അവനെ പിന്നെ ഒളിച്ചു വെക്കുവാൻ, അവൻ്റെ ശിശു അവൻ ജനിച്ചപ്പോൾ സുന്ദരനെന്ന് കണ്ടെന്നാണ്. അവനെ പിന്നെ ഒളിച്ചു വെക്കുവാൻ കഴിയാതെയായപ്പോൾ, ഒരു പരിധിക്കുള്ളിൽ നമുക്ക് ഒളിപ്പിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. യു കനോട്ട് ഹൈഡ് യുവർ ചിൽഡ്രൻ ഫോർ എ ലോങ് ടൈം. അത് 3 മാസമായിരിക്കാം, 3 വർഷമായിരിക്കാം, 18 വർഷമായിരിക്കും, എനിക്കറിയത്തില്ല.
ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ മാനുഷിക പരിമിതിയാണ്. നമുക്ക് സ്കൂളിൽ വിടാൻ, പറഞ്ഞു കൊടുക്കാം, ബൈബിൾ കൊടുക്കാം, വായിക്കാം, പഠിപ്പിക്കാം, അതിനൊക്കെ പരിധിയുണ്ട്. പക്ഷേ ആഫ്റ്റർ ബിയോണ്ട് എ ടൈം നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. അന്നേരം അവരെന്ത് ചെയ്തു? ഞാങ്ങണ കൊണ്ടൊരു പെട്ടകം എടുത്തു, അല്ലെങ്കിൽ ഉണ്ടാക്കി. പെട്ടകത്തിൽ കീലും പശയും തേച്ചിട്ട് ഈ പൈതലിനെ, ഇത്രയേ ഉള്ളൂ മിനിസ്ട്രി. ദ സിമ്പിൾ മിനിസ്ട്രി മേക്ക് ആൻ ആർക്ക് ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പെട്ടകം പണിതാണ്. ദൈവത്തിൻ്റെ കൃപയുടെ പെട്ടകത്തിനകത്ത് ആത്മാവും വചനം കൊടുത്ത് നിങ്ങൾ വിട്ടാൽ കറങ്ങി തിരിഞ്ഞ് ഉപദേശമായിട്ട് വീട്ടിൽ വരും. ഏത് നീലനദിയുടെ ഓളത്തിനകത്ത് കൊണ്ടിട്ടാലും, ഏത് പ്രവാഹത്തിനകത്ത് ആയിരക്കണക്കിന് തലമുറകളെ വിഴുങ്ങിയ ചീങ്കണ്ണികൾ ഉള്ള ഈ പട്ടണത്തിൽ അനേക തലമുറകൾ നശിച്ചു പോയിടത്ത് നീലനദിയുടെ ഓളങ്ങൾ അനേക തലമുറയുടെ ആയുസ് കെടുത്തി കളഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ തിരിച്ചു മടങ്ങി വരും. അത് വിശ്വസിക്കുന്നോ നിങ്ങൾ ഇന്ന് രാവിലെ? എത്ര നാൾ കഴിഞ്ഞാലും, എത്ര കാലം കഴിഞ്ഞാലും, 40 വർഷം കഴിഞ്ഞാലും ഇസ്രായേലിന്റെ ദൈവത്തെ തേടി തലമുറകൾ മടങ്ങി വരും. വിശ്വാസത്തോടെ പെട്ടകം പണിതോണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. വിശ്വാസത്തോടെ വേണം കുഞ്ഞുങ്ങളെ അതിനകത്ത് കിടത്തുവാൻ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാരി കൊടുക്കുമ്പോഴും സ്തോത്രം പറഞ്ഞു കൊടുത്തോ. ഇതൊക്കെ പ്രയോജനമാകട്ടോ. ഹല്ലേലൂയ. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ നമ്മുടെ ഇന്ന് പിടിവിട്ടു പോകുന്ന കാലഘട്ടമുണ്ട്. അന്നും അവർ കിടക്കുന്ന മുറിക്കകത്തൊക്കെ ഒന്ന് നടന്നു പ്രാർത്ഥിച്ചോ. കാലപ്പഴക്കത്തിൽ അതൊക്കെ പ്രയോജനം ചെയ്യും. ലോകപ്രസിദ്ധ സുവിശേഷകനായിരുന്ന ജോൺ വെസ്ലിയുടെ മാതാവ് 13 മക്കളുണ്ടായിരുന്നു. സൂസന്ന വെസ്ലിക്ക്. സൂസന്ന വെസ്ലിയുടെ ഏറ്റവും വലിയ വിഷമം ആഴ്ചയിൽ 13 ദിവസമില്ലല്ലോ എന്നായിരുന്നു. എല്ലാ ദിവസവും ഒരു നേരം ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. 13 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാഴ്ച കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിയുടെ വിഷമം, കർത്താവേ ആഴ്ചയ്ക്ക് 7 പകരം 13 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിലെ ചില ദിവസങ്ങൾ തലമുറയുടെ വിടുതലിന് വേണ്ടി മാറ്റിവെക്കണം. നീലനദിയിൽ വളർന്നു നിൽക്കുന്ന ലോകമോഹത്തിൻ്റെ മുതലകളുണ്ട്, ചീങ്കണ്ണികളുണ്ട്. പ്രൈസ് ഗോഡ്. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം കൂടെ പറയാം. ഞാൻ ഭാഗം കൂടെ ചേർത്താണല്ലോ പോകുന്നത്. ഗോഡ് ഹാസ് എ ഡ്രീം അബൌട്ട് എവരി ചിൽഡ്രൻ. ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നമുക്കുണ്ട് സ്വപ്നം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമുക്കൊരു സ്വപ്നമുണ്ട് അവരാരായിത്തീരണം എന്നല്ലേ. പക്ഷെ സത്യം ഒരു തുറന്നു പറയാം, നമ്മുടെ സ്വപ്നമൊന്നുമല്ല നടക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ സ്വപ്നം, യഹോവയുടെ ആലോചനയെ. ഇനിയും നമ്മളെ സംബന്ധിച്ച് എന്തോ സ്വപ്നം കാണാനാണ്. നമുക്ക് നമ്മുടെ ബുദ്ധി വെച്ചല്ലേ, നമ്മുടെ ഒരു പരിമിതി വെച്ചല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഞാനൊരു പാസ്റ്ററുടെ ഭവനത്തിൽ ഒരു പാസനേജിൽ ജനിച്ചു വളർന്നതാണ്. അല്ലയ്യ, എൻ്റെ മാതാപിതാക്കളുടെ ഒരു ചെറിയ സ്വപ്നമുള്ളായിരുന്നു എന്നെക്കുറിച്ച്. അല്ലയ്യ, എനിക്കും എന്നെക്കുറിച്ച് എന്തോ സ്വപ്നം കാണാനാണ്. പക്ഷേ ദൈവം പറഞ്ഞു, നിങ്ങളാരും കാണണ്ട, ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കാർക്കും കാണാൻ കഴിയാത്ത സ്വപ്നം നമ്മളെക്കുറിച്ച് കാണുന്ന ഒരു ദൈവമുണ്ട്. കാരണം ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഇന്ന് രാവിലെ നിവർത്തിയാകേണ്ടത്. ഏദൻ തോട്ടത്തിൽ പിശാച് ആദി മാതാപിതാക്കളെ വഞ്ചിച്ചിട്ട് മാറി നിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ദൈവം തൻ്റെ സ്വപ്നം വിളിച്ചു പറഞ്ഞു. മശിയ പ്രവചനമാണെങ്കിൽ പോലും അത് തലമുറകൾക്കൂടെ ബാധകമാണ്. എല്ലാവർക്കും ബാധകമുള്ള ഒരു വാക്തത്വമാണ്. വളരെ സുപരിചിതമായ ഉൽപ്പത്തി 3:15 വാക്തത്വം. അത് സ്ത്രീയുടെ സന്തതിയായി യേശു ജനിക്കും എന്നുള്ള വാക്തത്വമാണ് തുടങ്ങി വെക്കുന്നതെങ്കിലും സകല തലമുറയ്ക്കും ഇത് ബാധകമാണ്. സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഒരു സന്തതി പുറത്തു വരണം. ഹല്ലേലൂയ. സർപ്പത്തിൻ്റെ തലയെന്ന് പറയുമ്പോൾ പിശാചിൻ്റെ ബുദ്ധി, പിശാചിൻ്റെ അറിവ്, പിശാചിൻ്റെ കണക്കുകൂട്ടലുകൾ, എവരി സ്കീംസ് ഓഫ് ദ എനിമി ആൻഡ് ദ മെൻ, ശത്രുവിൻ്റെയും മനുഷ്യൻ്റെ സകല പദ്ധതികളെയും ചവിട്ടി മെതിക്കുന്ന ഒരു തലമുറ പുറത്തു വരണം. ഹല്ലേലൂയ. പിശാചിൻ്റെ മൊത്തം ഡാൻസ് ചെയ്യുന്നതല്ല, പിശാചിൻ്റെ പദ്ധതിക്ക് അയ്യോ പോയി എന്ന് പറയുന്നതല്ല. പിശാചിൻ്റെ പദ്ധതികളെ മുളയിലെ നുള്ളിക്കളയുന്ന അഭിഷിക്തന്മാർ പുറത്തു വരണം. സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഒരു സന്തതി പുറത്തു വരണം. അതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം. അതിനാ കർത്താവെ ഇന്ന് പകൽക്കാലം ഒന്ന് തൊടണമേ, എൻ്റെ കുഞ്ഞിനെ തൊടണമേ. പിശാചി ഇരുട്ടുമുറിയിൽ അവനെതിരെ ഒരുക്കുന്ന രേഖകളെ തിരുത്തി എഴുതുന്ന കൃപ കൊണ്ട്, അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിറയപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം. കാരണം നമ്മുടെ കാലശേഷം അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവരായി ഇവർ പോകരുത്. അങ്ങനെ സംഭവിച്ചെന്നേ. യോശുവയുടെ കാലശേഷം യോശു വളരെ ശക്തമായി പ്രസംഗിച്ചു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. വളരെയായിരുന്നു, ജനങ്ങളെല്ലാം ആമേൻ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പം തലമുറ തെറ്റിപ്പോയി. ന്യായാധിപന്മാർ 2:10 അതിനുശേഷം ദൈവത്തെ അറിയാത്ത മറ്റൊരു തലമുറ. ഹല്ലേലൂയ. പിതാക്കന്മാർ സേവിച്ച ദൈവത്തെ അറിയാത്തൊരു മറ്റൊരു തലമുറ എഴുന്നേറ്റ് വന്നു. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാത്ത മറ്റൊരു തലമുറ, ന്യായപ്രമാണത്തോട് മുഖം തിരിച്ചു കളഞ്ഞ മറ്റൊരു തലമുറ.
അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കേണ്ടതിന്, ആത്മീക മൂല്യചോഷണം ആത്മമണ്ഡലത്തിൽ ദൈവസഭയിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ ദൈവത്തെ അറിയുന്ന തലമുറകളായി മാറണം. അതായിരുന്നു ദൈവത്തിൻ്റെ സ്വപ്നം. അല്ലല്ല, ദൈവത്തെ അല്ല ശത്രുവിൻ്റെ തല തകർക്കുന്ന ഒരു തലമുറ. ഇനി ഇവരെക്കുറിച്ചുള്ള ആ പ്രഖ്യാപനം തന്നെ കണ്ടോ? അല്ലല്ലേ, നമ്മൾ ഈ ഭാഗം വിട്ടുപോകല്ലേ. 127 സങ്കീർത്തനത്തിൽ ശലോമോനായി എഴുതി പറയുന്നതാണ് മക്കൾ യഹോവ തന്ന അവകാശം, പ്രതിഫലമാണ്. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ ഇവർ. അല്ല, ദർ ആരോസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ മൈറ്റി വാരിയർ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ. എന്തിനാ അസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ അമ്പിൻ്റെ ഉദ്ദേശം എന്താ? അവിടെ വിശ്രമിക്കാനാണ്. ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ടു ഫ്ലൈറ്റ് എ ഡിസ്റ്റൻസ്. ഒരു ദൂരം സഞ്ചരിക്കണം, ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ്. ഇനി ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അല്ലല്ല, ഈ ഒരു അമ്പ് അത് ഉദ്ദേശിച്ച് ദൂരത്തിൽ പോകണം. എന്ത് ചെയ്യണം? നമുക്കൊരു പ്രാക്ടിക്കൽ ക്ലാസ്സും കൂടെ ചേർത്ത് പഠിക്കാം, ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നവരുണ്ട്, യാത്ര ചെയ്ത് വന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ക്ഷീണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ചോദിക്കുക. ഒരു അമ്പ് ഒരു ദൂരെ പോകണം, എന്തോ ചെയ്യണം? അറിയാവുന്നവരൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. നമുക്കെല്ലാം കൂടെ ചേർന്നു വില്ലേൽ വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വലിക്കണം. എത്ര പുറകോട്ട് വലിക്കുന്നു അത്ര ഇത് മുന്നോട്ട്. ഇതിനാ ടെൻഷൻ എന്ന് പറയുന്നത്. ഡാഡി ഈസ് ഗിവിങ് ടു മച്ച് ടെൻഷൻ ഫോർ മീ. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിള്ളേർ. എൻ്റെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, ഡാഡി ആൻഡ് മമ്മി ഈസ് ഗിവിങ് ടു മച്ച് ടെൻഷൻ ഫോർ അസ്. ഓപ്പൺ ദ ബൈബിൾ, റീഡ് ദ ബൈബിൾ ബൈ ഹാർട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷൻ തരികയാണ്. അപ്പോഴൊക്കെ ഞാൻ പറയും, ദ മോർ വി സ്ട്രെച്ച് ബാക്ക് യു വിൽ ഫ്ലൈറ്റ് ദ റൈറ്റ് ഇൻറ്റൻസ് ദ ഡിസ്റ്റൻസ്. ഈ പ്രായത്തിൽ ടെൻഷൻ കൊടുത്താൽ അവർ ദൈവം ഉദ്ദേശിക്കുന്ന ദൂരത്തിൽ പോയിക്കോളും. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങളെ പോലെ കുഞ്ഞുങ്ങൾ ഷാർപ്പൻ ചെയ്തോണം, പോളിഷ് ചെയ്തോണം. അല്ലല്ല, അതിനെ മിനുക്കിയെടുത്തോണം, മൂർച്ചയുള്ള മുനയുള്ള അമ്പാക്കി മാറ്റിക്കോണം. കാരണം ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിക്കുവാനുള്ളതാണ് ഈ തലമുറ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം നമുക്ക് തലമുറകളെ സഭയ്ക്ക് തന്നിരിക്കുന്നത്. എത്ര പേരുണ്ടെന്നല്ല, 5 പേർ, 6 പേർ, 2 പേരോ അല്ല ദൈവസഭയിൽ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം പിശാചിൻ്റെ പദ്ധതികളുടെ മുനി ഒടിക്കുന്ന തലമുറകളായി മാറണം. ഫറവോന്റെ പേടി അതായിരുന്നു. എന്തിനാ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വെള്ളത്തിൽ വലിച്ചെറിഞ്ഞത്? മര്യാദയ്ക്ക് അവർ അടിമകളായിട്ട് വന്ന് അവിടെ കിടന്നുകൊണ്ട് വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഫറവോൻ ഇങ്ങനെ നോക്കി. ഞാൻ എൻ്റെ പ്രസംഗ ഭാഷ പറയുക, ഇഷ്ടംപോലെ ഇസ്രായേലിൻ്റെ മക്കളെല്ലാം കൂടെ മുറ്റത്ത് കിടന്ന് കളിക്കുന്നു, ഓടി കിടന്ന് കളിക്കുന്നു. ഫറവോൻ്റെ ഭാഷയെ ഞാൻ ഈ പറയുന്നത്, ഇവർ വളർന്നാൽ ഒരു സൈന്യമായി മാറും, എന്നിട്ട് നമ്മളെ തോൽപ്പിക്കും. നോക്കണേ, ഫറവോൻ പറയാണ്, ഈ കുഞ്ഞുങ്ങൾ വളർന്നാൽ അവർ ആരായി മാറും? ദേ ബിക്കം ആൻ ആർമി. Once you become an army, they will fight against us. അതാണ് ഫറവോന്റെ പേടി. അന്ന് ഫറവോന്റെ പേടി അതായിരുന്നെങ്കിൽ ഇന്ന് പിശാചിന്റെ അത് തന്നെ പേടി. ഇവൻ കൃപയിൽ വളർന്നാൽ എന്നെ തോൽപ്പിക്കും, ഇവൾ വിശ്വാസത്തിൽ വളർന്നാൽ എന്നെ തോൽപ്പിക്കും. അതുകൊണ്ട് അല്ല അവനെ നീല നദിയിലേക്ക് വലിച്ചെറിയുക. ഇതിനെതിരെയാ ദൈവസഭ പോരുന്നത്. ഹല്ലേലൂയ. ഇവൾ വളർന്നാൽ, ഇവൻ വളർന്നാൽ, ഈ ഹല്ലേലൂയ ദൈവസഭയിൽ ഇത് പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ, പിശാചിന്റെ പദ്ധതി പൊളിക്കുമെന്ന് കണ്ടാൽ, ഫറവോന്റെ ആധിപത്യം അവസാനിക്കുമെന്ന് കണ്ടാൽ അവനെ വലിച്ച് ലോകത്തിലേക്ക് ഇട്ടേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് മോശയുടെ മാതാപിതാക്കൾ തീരുമാനിച്ചത്, എല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തത്തില്ല. ഇതൊരു സന്ദേശമായിട്ട് നിങ്ങൾ കൈമാറിക്കോണം ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം. We are not going to rear our children as the way others are doing. ഞങ്ങൾക്കൊരു യുണീക്ക് വേ ഉണ്ട്, ബിബ്ലിക്കൽ പാറ്റേൺ ഓഫ് പേരൻറ്റിങ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവവചനം തന്ന പദ്ധതികളുണ്ട്. അതിൻ്റെ 1-2 പാഠം പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. എബ്രായ ലേഖനം 11 മതിയാണ്. അതിൻ്റെ 23-ാമത്തെ വാക്യം വായിച്ചോട്ടെ. എബ്രായർ 11:23. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ അമ്മയപ്പന്മാർ അവൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? സുന്ദരൻ എന്ന് കണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്ന നിറവും പൊക്കവും വണ്ണവും നീളവും അല്ല. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവൻ ആരായി തീരുമെന്നുള്ള കാഴ്ചപ്പാട്. അത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിനകത്ത് സ്തേഫാനോസ് എടുത്തു പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ പ്രൈസ് കൊടലി, ഞാൻ ആ ഭാഗം ഒന്ന് വേഗം വായിക്കാം. പ്രൈസ് കൊടലി അവിടേക്ക് വരുന്നത് 20-ാം വാക്യം, 7:20. അപ്പോസ്തല പ്രവൃത്തി 7:20. ദിവ്യ സുന്ദരനായിരുന്നു. ഡിവൈൻ ബ്യൂട്ടിയാണ് ഈ പറഞ്ഞു വരുന്നത്. ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഈ നിറവും പൊക്കവും നീളം വണ്ണമൊക്കെ അതൊരു മോളിക്കൂളിൻ്റെ അറേഞ്ച്മെൻറ്റാണ്. നല്ല വെയിൽ കൊണ്ടാൽ കറുത്ത് പോകാം, അല്ലെങ്കിൽ ഈ ഒരു അസുഖം വന്നാൽ വെളുത്തു പോകാം. ഇതൊക്കെയുള്ള പുറമേ ഉള്ള കാര്യങ്ങളല്ല ഈ പറഞ്ഞു വരുന്നത്. അകത്തൊരു സൗന്ദര്യമുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളുടെയും അകത്തൊരു ഡിവൈൻ നേച്ചറുണ്ട്. ആ ഡിവൈൻ നേച്ചറാ പുറത്ത് വരും, ദിവ്യ സ്വഭാവം.
കുറേ മോശ ഭയങ്കര എന്തായിരുന്നു ആ ദിവ്യ സ്വഭാവം എന്നും കൂടെ ഒന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. ഭയങ്കര മോശ ഭയങ്കര മുൻകോപിയായിരുന്നു പറയുന്നു. സെലസ് കൊണ്ടാണ് തൻ്റെ കൂട്ടു സഹോദരൻ ഒരാളെ അടിക്കുന്നത് കണ്ടപ്പോൾ അവൻ അടിച്ചു കൊന്നു, മറവ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ മോശയ്ക്ക് ഭയങ്കര മുൻകോപമൊക്കെ ആയിരുന്നു. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പം ദൈവം മോശയെക്കുറിച്ച് എന്താ പറഞ്ഞത്? എൻ്റെ ദാസനായ മോശയെ പോലെ, നിങ്ങൾക്കറിയാലോ, പറഞ്ഞാട്ടെ, സൗമ്യനായിട്ട്. അപ്പോൾ ഇവൻ്റെ അകത്തുണ്ടായിരുന്ന ഈ സൗന്ദര്യം എന്ന് പറഞ്ഞ സൗന്ദര്യം, പക്ഷെ ഇത് പുറത്ത് വെളിപ്പെടുത്താതാണ് ഇവനെ കൊലപാതകനാക്കി മാറ്റിയത്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പുറമേ ഉള്ളതല്ല അവൻ്റെ സ്വഭാവം, ഇവൻ്റെ അകത്തൊരു ദിവ്യ സ്വഭാവമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് വി വാണ്ട് ടു ബി ഐഡന്റിഫൈ വിത്ത് ദ ഡിവൈൻ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കുഞ്ഞിനകത്ത് ദൈവദത്തമായ ഒരു സ്വഭാവമുണ്ട്. ഇന്ന് കാണുന്ന പിടിവാശിയും, ഇന്ന് കാണുന്ന ആക്രോശവും, ഇന്ന് കാണുന്ന അവൻ്റെ ഉഴപ്പും അലസതയ്ക്കും അപ്പുറത്ത് അവൻ്റെ അകത്ത് ദൈവം നട്ട ഒരു വചനത്തിൻ്റെ സ്വഭാവമുണ്ട്. അത് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമേ കൈ നീട്ടി ഒന്ന് തൊട്ടിട്ട് ബ്രിങ് ഔട്ട് ദ ഡിവൈൻ നേച്ചർ, ദ ഡിവൈൻ ബ്യൂട്ടി. അതാ ഇന്ന് രാവിലെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, ഇവൻ്റെ അകത്തുള്ള ആ സ്വഭാവം പുറത്തു വരണം. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇങ്ങനെ സ്വഭാവം, എന്താ ഈ കുഞ്ഞ് ഇത്ര പിടിവാശി? അവൻ്റെ അകത്ത് പിശാച് കളയുടെ വിത്ത് അതിന്ന് പകൽ പുറത്തെടുത്തിട്ട് ദൈവത്തിന്റെ ഉൾനട്ട വചനം ഹൃദയത്തിന്റെ മാംസപലകയ്ക്കകത്ത് എഴുതി ചേർക്കുകയും അവനിൽ മറഞ്ഞു കിടക്കുന്ന ദൈവദത്തമായ സ്വഭാവം ഇന്ന് പകൽക്കാലം ആത്മാവിൽ പുറത്തെടുക്കുവാൻ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ. എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ. കർത്താവേ, എൻ്റെ മോളെ ഒന്ന് തൊടണമേ, എൻ്റെ മകനെ ഒന്ന് തൊടണമേ. ടച്ച് അവർ ജനറേഷൻ, ടച്ച് അവർ ജനറേഷൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ. ദുരബലബ ശമനരഗന വൈഡമനസ്തര വൈഡബലധര വൈഡമന. യേശുവിൻ്റെ നാമത്തിൽ ധീരബലസ്തര വൈഷമനധര വൈഡലജാര ഉടമനരഖരബല ഉടലജാര റിഖാരാദല വൈഡമനാദര ഹസ്തരജാന ഉടമനരഖരബലം ഖരജാന വീരസ്താരകനധര വൈഡലജധരജാന ഉടബാരകടകലം ധരജാന. ജീസസ് വീരധാരകലക്ഷര ജനകല ഉടമനരഗനകലം ധരജാന ഉടയാരകടകലസ്തരജാനകലം ധരജാന. ഹല്ലേലൂയ. പ്രൈസ് ദ. മോശയുടെ ജനനത്തിങ്കൽ ദിവ്യ സുന്ദരനെന്ന് മാതാപിതാക്കൾ കണ്ടിട്ട് അവനെ പിന്നെ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ, എബ്രായർ 11:23 രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. രാജാവിൻ്റെ കോപം, നിയമം, രാജ്യത്തിൻ്റെ നിയമം എത്ര കഠിനമാണെങ്കിലും പിശാചിൻ്റെ പദ്ധതി എത്ര വലുതാണെങ്കിലും ദൈവമക്കൾ അതിനെ ഭയപ്പെടാൻ പാടില്ല. എന്നെ ഉപയോഗിച്ചിരിക്കുന്ന പദം വിശ്വാസത്താൽ. ഹല്ലേലൂയ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് ആര് കണ്ടു? ഇത് വിശ്വാസികൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഹല്ലേലൂയ. ബൈ ഫെയ്ത്ത് they saw that their child is a beautiful child. ഇത് വിശ്വാസമില്ലാതെ നമ്മൾ സാഹചര്യം വെച്ച് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു സൗന്ദര്യം കാണാനേ പറ്റത്തില്ല. നമ്മളിവിടുത്തെ പ്രോസ്പെരിറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അയ്യോ ഇനി ഗവൺമെൻറ് ഇത്ര ശരിയാകുന്നില്ലല്ലോ, മോർഗേജിൻ്റെ റേറ്റ് കൂടി വരുന്നു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോൾ എങ്ങനെയായി തീരും, അതുകൊണ്ട് വി ഡോണ്ട് സീ എനി പ്രോസ്പെരിറ്റി ഫോർ അവർ ചിൽഡ്രൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു ഭാവി അഭിവൃദ്ധി കാണുന്നില്ല. പക്ഷെ വിശ്വാസത്തോടെ നോക്കിക്കോ, വിശ്വാസത്തോടെ നോക്കണം. അല്ല, വിശ്വാസത്തോടെ നോക്കിയാൽ നിങ്ങളുടെ തലമുറയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ദൈവദത്തമായ ആത്മീക നന്മകൾ. നിങ്ങൾ വചനപ്രകാരം വേണം അവരെ കാണുവാൻ വേണ്ടി. വിശ്വാസത്തോടെ നോക്കി. അപ്പോഴാണ് ദിവ്യ സുന്ദരനെന്ന് കണ്ടത്. അപ്പോഴാണ് അവർ പട്ടകം പണിയാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് അവരെ വളർത്താൻ തീരുമാനിച്ചത്. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ വിശ്വാസത്തിൻ്റെ ചുവട് വെക്കാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചെങ്കിൽ മാത്രമേ നാളെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താ പറഞ്ഞു പോകുന്നത്. മാതാവിരുന്ന് കരഞ്ഞടത്ത് തലമുറ കിടന്ന് ദൈവശബ്ദം കേൾക്കും. ഹന്ന അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞു. ഹല്ലേലൂയ. കുറച്ചുനാൾ കഴിഞ്ഞപ്പം ഈ പൈതലിനെ അവിടെ കൊണ്ട് ആലയത്തിൽ കൊടുത്തപ്പോൾ അവിടെ തല്ലിപ്പുളിമാർ ചേട്ടന്മാരുണ്ട്. 6 മക്കളാണ്, ഏലിയുടെ മക്കൾ, ഒഫിനിയും പീനകാസും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരാണ്, അങ്ങനെവന്മാരാണ്. ഹല്ലേലൂയ. യാഗപടത്തിയിരിക്കുന്ന ഹല്ലേലൂയ ഇറച്ചിയൊക്കെ നമ്മൾ ഈ വെൽഡൺ ഹാഫ് ഡൺ വരെയൊക്കെ ഓക്കെ, പച്ച മാംസമൊക്കെ മുപ്പല്ലിയും കൊണ്ട് കൊത്തിയെടുത്തുകൊണ്ട് മരെന്ത് കഴിച്ചു കളയും. പിന്നെ അറിയാവും എല്ലാ ദൂർനടപ്പുമുണ്ട് ഇവർക്ക്. ഇവരെ കണ്ടാണ് ആര് വളരുന്നത്? പറഞ്ഞാട്ടെ. നമ്മളാണെങ്കിൽ പറയും, നമ്മൾ പറയില്ല നമ്മുടെ കുഞ്ഞിനൊരു കുഴപ്പമില്ല, അവൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ്
ഇങ്ങനെ പറയത്തില്ലേ, കൂട്ടുകെട്ടൊന്നും നമ്മുടെ തലമുറയെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി. ഹന്നായുടെ കണ്ണുനീര് വീണിടത്ത് ശീലോയിലെ പെട്ടകത്തിൻ്റെ അടുത്ത്, പ്രൈസ് കൊടലിയ, ഒത്തിരി വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ഒഫിനെയും പീനകാസും പോകുന്ന സ്ഥലത്തല്ല ശമൂവേൽ പോയത്. ഹി ഫോൺ ടു ബി അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്, യേശുവിൻ്റെ പാദവിട, അല്ലെങ്കിൽ ശീലോയിലെ പെട്ടകത്തിൻ്റെ അടുക്ക കിടന്നുറങ്ങി. അമ്മ കരഞ്ഞിടത്ത് ദൈവശബ്ദം കേട്ടു. ഇതാ ഞാൻ ഈ പറഞ്ഞു വന്ന ഞങ്ങളുടെ തലമുറയെ തൊടണമേ എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ എവിടെങ്കിലും കിടന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ പറഞ്ഞ സ്ഥലത്ത് ദൈവം ഇറങ്ങി വന്ന് അവരെ പേര് ചൊല്ലി വിളിക്കും. ദൈവസഭയിലെ കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി സംസാരിക്കുന്ന ദിവസങ്ങളായി മാറണം. ഒരു പേഴ്സണൽ ഇൻ്റർവെൻഷൻ ആ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ദൈവം അവരെ തൊട്ട് സംസാരിക്കണം. മാതാവ് കരഞ്ഞെടുത്ത്, മാതാവ് പ്രാർത്ഥിച്ചെടുത്ത്, മാതാവ് ആരാധിച്ചെടുത്ത്, മാതാവ് സ്തോത്രം പറഞ്ഞെടുത്ത് ദൈവശബ്ദം കേൾക്കുന്ന തലമുറയായി ഈ ശമൂവേൽ വളർന്നതുപോലെ. ഹല്ലേലൂയ. മക്കൾ ദൈവകൃപയിൽ നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ പ്രാർത്ഥിച്ചോണം, കർത്താവെ തൊടണമേ, കർത്താവെ തൊടണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കണം. ശിഷ്യന്മാരൊക്കെ ഒന്ന് പറയും, വേണ്ടെന്ന് പറയും. നമുക്ക് ഒത്തിരി പ്രോഗ്രാം അല്ലേ, ചർച്ചല്ലേ, ഒരു ചർച്ച് കോൺസെപ്റ്റ് അല്ലേ, നമുക്ക് ജനറൽ ബോഡി ഉണ്ട്, നമുക്ക് കമ്മിറ്റി ഉണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരെ ഒന്ന് പറഞ്ഞു, പിള്ളേരുടെ പ്രോഗ്രാം വേണേൽ ഒന്ന് മാറ്റി വെക്കാം. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ ആധുനിക കോൺസെപ്റ്റിൽ ഞാൻ കണ്ടംപററി ലാംഗ്വേജ് പറഞ്ഞതേ ഉള്ളൂ. ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് പിക്നിക്കിൻ്റെ സീസണൊക്കെ അല്ലേ, അവർ കളിച്ചോട്ടെ, പക്ഷേ പിന്നെ കൂട്ടായ്മയൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. യേശു പറഞ്ഞു, നോ, അവരെ തടയരുത്, അവരെ എൻ്റെ അടുക്കലോട്ട് വിടുവിൻ, സ്വർഗരാജ്യം അതൊരു വലിയ മർമ്മമാണ്, അത് പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, വാട്ട് വാസ് ദ ഡിസയർ ഓഫ് ദ പേരൻസ്, എന്തായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം? ശിശുക്കളെ ഒന്ന് തൊടണം. പക്ഷേ യേശു എന്ത് ചെയ്തു? നിങ്ങൾ വായിച്ചായിരുന്നല്ലോ ആ വാക്യം, മർക്കോസ് 10:16 വാക്യം. പിന്നെ അവൻ അവരെ അണച്ച്, പിന്നെ അവൻ അവരെ എംബ്രേസ് ചെയ്തെന്നാ വായിക്കുന്നത്. ഇവരാഗ്രഹിച്ചതൊന്ന് തൊട്ടാൽ മതിയെന്നാ, പക്ഷെ യേശു അവരെ ചേർത്ത് പിടിച്ച്, പച്ച മലയാളത്തിൽ പറഞ്ഞ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തെന്ന്. നിങ്ങളുടെ സ്വപ്നത്തിനപ്പുറത്താ ദൈവത്തിൻ്റെ സ്വപ്നം. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ആഗ്രഹിച്ചതൊന്ന് തൊട്ടാൽ മതിയെന്നാ. യേശു ആഗ്രഹിച്ചത് അവരെൻ്റെ കൈക്കുള്ളി വരണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, അല്ലെങ്കിൽ നിന്റെ കൊച്ചു ആഗ്രഹത്തിനപ്പുറത്ത് തമ്പുരാന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നവരാക്കി ദൈവം അവരെ മാറ്റാൻ പോവുകയാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പിടിയിലേക്ക് വരട്ടെ, ദൈവത്തിന്റെ കൈപ്പിടിക്കുള്ളിലേക്ക്. ജീസസ് ക്രൈസ്റ്റ് ഈ എംബ്രൈസ് ദമെന്ന് ആലിംഗനം ചെയ്തു. അപ്പൊ ഇന്ന് രാവിലെ ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കണം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള. ദൈവം അത് പറഞ്ഞു തരും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേര് ചൊല്ലി പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. മറ്റു വിഷയങ്ങളൊക്കെ ഒന്ന് കുറച്ചാട്ട് ദൈവിക വിഷയമായിട്ട് അവർ സമ്പന്നരാകാൻ വേണ്ടി നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. കർത്താവെ അവരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കണം, അവരുടെ ബുദ്ധിയെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം കേൾക്കാനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണൊക്കെ തുറക്കണമല്ലോ. നമ്മുടെ പ്രാർത്ഥനാ വിഷയം തന്നെ അതാണ് എൻ്റെ മേജർ ടോപ്പിക്ക്. നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ വരും ദിവസങ്ങളിൽ വിശദമായിട്ട് വരും. മർക്കോസ് 10:50 എൻ്റെ കണ്ണ് കാണണമേ എന്നുള്ള ആ കുരുടൻ്റെ പ്രാർത്ഥനയിൽ നിന്നാണ് ഞാൻ ഈ പ്രാർത്ഥന. കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണ് ഇവരുടെ ഈ കണ്ണ് തുറക്കുന്നത്? സ്തോത്രം. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. 119:18. ഫസ്റ്റ് എത്ര മണി വരെയായിരുന്നു? 119:18 വാക്യം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിൽ അടുത്ത ഭാഗം അതാണ്. ഓപ്പൺ ദ ഐസ് ദാറ്റ് ദേ മേ കോംപ്രിഹെൻഡ് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. തിരുവചനത്തിലെ അത്ഭുതം, ശക്തി കാണാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറക്കണം. ഹല്ലേലൂയ. അവർ വായിക്കുന്ന വേർഷൻ NIVയോ ESVയോ അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡോ വാട്ടർ മേ ബി ദ വേർഷൻ ദ ബൈബിൾ ദേ ആർ റീഡിങ്, ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളം ആയിക്കൊള്ളട്ടെ, പ്രാർത്ഥിച്ചോണം. ബൈബിൾ വായിക്കുന്നതിന് ഇവരുടെ കണ്ണ് തുറക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ദുരുപദേശങ്ങൾ, ഫാൾസ് ഡോക്ട്രിൻ ഡൊമിനേറ്റ് ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരെങ്കിലും 15 കനേഡിയൻ ഡോളർ കണ്ടിട്ടുണ്ടോ? $15 കണ്ടിട്ടുണ്ടോ? $15 കണ്ടിട്ടുണ്ട്. $30 കനേഡിയൻ ഡോളർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ? ഒറിജിനൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. ഒറിജിനലിൻ്റെ മാത്രമേ എന്തുള്ളൂ? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കത്തുള്ളൂ. യേശു ഇല്ലെന്ന് തെളിയിക്കുന്നത് ഈ ബൈബിളിൽ നിന്നല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല തെളിയിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ പഴക്കച്ചവടം നടത്തിയത് പുറത്തെ കച്ചവടം കൊണ്ടെന്നല്ല, അകത്തുള്ള പഴം തന്നെ വിറ്റാണ് പിശാച് ആരെ പറ്റിച്ചത്? ഹവ്വയെ പറ്റിച്ചത്. അകത്തുള്ളത് തന്നെ നോക്കണം. ആത്മീയ ലോകത്തിൽ നിന്നാണ്. മക്കളെ, വിഷം അല്ലെങ്കിൽ കൊടുത്താൽ അന്നേരം നമുക്കറിയാം
കാരണം അന്നേരം അത് എന്ത് ചെയ്യും? എലിവേഷനൊക്കെ നാട്ടിലെല്ലാം കൊടുത്തിട്ടില്ലേ നമ്മൾ വന്നത്? എലിവേഷൻ കൊടുക്കാന്നൊക്കെ പറയത്തില്ല. എങ്ങനെയാണ് കൊടുക്കുന്നത്? വലിയ പഴത്തിനകത്ത് ഇച്ചിരി വിഷം കൊടുക്കുന്നു. ആരംഭത്തിലൊക്കെ ഭയങ്കര ആവേശത്തോടെ തിന്നു വരുന്നത്, തേങ്ങയൊക്കെ തിന്നു വരുന്നത്. പക്ഷെ അതിനകത്ത് എന്തോ ഉണ്ട്? മായം ചേർക്കുക. അതാണ് ഹല്ലേലൂയ. അഡൾട്ടറേഷനാണ് ദൈവവചനത്തിനകത്ത്. അല്പം മായം കലർത്തിയിട്ടാണ് തലമുറയെ തെറ്റിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചോണം, തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളെ തുറക്കണം. അത് തുറക്കുമ്പോൾ അവർ കാണണം, ദൈവവചനത്തിൻ്റെ സത്യം അവർ കാണണം, ദൈവവചനത്തിലെ അത്ഭുതങ്ങൾ കാണണം. സയൻസ് ആൻഡ് വണ്ടേഴ്സ്. പച്ചവെള്ളം വീഞ്ഞാകുന്നത്, കുരുടൻ നടന്നത്, ചെകിടൻ കേട്ടത്, ഊമൻ സംസാരിച്ചത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ എപ്പോഴും സഭയെ പറയും, മാതാപിതാക്കൾ ചിലപ്പോഴൊക്കെ അവരുടെ അനുഭവങ്ങൾ കുഞ്ഞുങ്ങളോട് പങ്കുവെക്കണം. ഷെയർ യുവർ എക്സ്പീരിയൻസ്. കുഞ്ഞുങ്ങളോട് ഞാൻ ചലഞ്ച് ചെയ്യാറുണ്ട്, ഹാവ് യു എവർ ആസ്ക്ഡ് യുവർ ഡാഡ് ആൻഡ് മാം? ഇന്ന് കാണുന്ന ഫാൻസീസും ഫാൻറ്റസീസും ഒന്നും ഇല്ലാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഈ രാജ്യത്ത് വന്നതും ദൈവം നടത്തിയതും ജോലി കിട്ടിയതും പ്രാർത്ഥിച്ചതും ഒക്കെ, 2 ജോലി ഓട്ടമൊക്കെ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഗാഡ്ജറ്റും വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ അവരെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ നടന്നു പോയ വഴികളെക്കുറിച്ച് അവരോട് പറയണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ വാങ്ങിച്ച വീടോ നിങ്ങളുടെ കാറിൻ്റെ വലുപ്പമൊന്നും ആയിരിക്കത്തില്ല ഒരു കാലഘട്ടത്തിൽ അവരുടെ സ്വപ്നം. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടുന്ന സമയത്ത് കൈപിടിക്കുവാൻ ആരുണ്ട് എന്നവർ ചോദിക്കുമ്പോൾ നിങ്ങളെ കൈപിടിച്ച ദൈവത്തെ അവർ അറിയണം. ഹല്ലേലൂയ. മോവാബ്യ മണ്ണിൽ പിറന്ന രൂത്തിനെ, ഹല്ലേലൂയ, ആകെ അറിയാവുന്നത് നവോമിയെയും തൻ്റെ ഭർത്താവായിരുന്നവനെയും മഹ്ലോനെയാണ്. പക്ഷെ മരിച്ചുപോയി. നവോമിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒന്നുമില്ല, കയറി കിടക്കാൻ സ്ഥലം പോലുമില്ല. പോയാൽ നാളെ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല. കുഞ്ഞെ എന്തു ചെയ്യുമെന്ന് നവോമി ആ മോവാബിൻ്റെ പെരുവഴി എന്ന് ചോദിച്ചതാ. പക്ഷെ എന്നിട്ടും ആ നവോമിയെ നോക്കി ഈ രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ ആരാധിക്കുന്നിടത്ത് ഞാനും ആരാധിക്കും. ഇത് ആ മാതാവിൻ്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ എന്ത് വിശേഷത അവൾ കണ്ടത്? അവൾ ബെത്ലഹേമിലെ കെട്ടിപ്പൊക്കിയ മണിമാളിക അല്ല കണ്ടത്. അവൾ ബെത്ലഹേമിലെ വിശാലമായ വയലല്ല കണ്ടത്. അവൾ കണ്ടത് നവോമിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹമാണ്. 3 മരണം നടന്ന വീടാണെങ്കിലും നിലവിളിയും പരിതാപവും മാത്രമുള്ളെങ്കിലും അവൾ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത ആ തലമുറ കണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ വിശ്വാസത്തെയാണ്. ഹല്ലേലൂയ. ചോദിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് സാഹചര്യം സാധ്യത ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷേ ഇത് മമ്മി അല്ല തരുന്നത്, ഡാഡി അല്ല തരുന്നത്, പ്രാർത്ഥിച്ച വാങ്ങേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് അവരുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. ടീച്ച് ദ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കണം. ഇത് ദൈവത്തിൽ നിന്നത്, എല്ലാം ദൈവത്തിൽ നിന്നാണ്. കൊട്ടാരം പണിതിട്ട് വീട് പണിതിട്ട് അരങ്ങത്ത് കയറി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ദാവീദ് പ്രാർത്ഥിച്ചത്, എല്ലാം നീയാണല്ലോ ഞങ്ങൾക്ക് തന്നത്. ഹല്ലേലൂയ. മല പോലെ കല്ലുകളും കെട്ടികളും ഉണ്ടാക്കി, സ്വർണവും വാരി വെള്ളിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും ഇതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളോട് പറയണം, എവറിത്തിങ്സ് അറ്റസ്റ്റഡ്. അങ്ങനെ പറയണം, ഇത് ദൈവമാണ് നമുക്ക് തന്നത്. അധ്വാനിപ്പാൻ ദൈവം എനിക്ക് കഴിവ് തന്നുകൊണ്ടല്ലേ മോനെ നമുക്കിത് വാങ്ങാൻ പറ്റിയത്. മമ്മിക്കും ഡാഡിക്കും ജോലിക്ക് പോകാൻ ദൈവം ആരോഗ്യം തന്നത് കൊണ്ടല്ലേ അവർ പറയുന്നത്. ബുദ്ധി ഒന്നും അറിഞ്ഞു പോകാൻ ഒരു സെക്കൻഡ് മതി, ഓർമ്മ പോകാൻ ഒരു നിമിഷം മതി. പ്രൈസ് കൊള്ളല്ലേ. രാവിലെയൊക്കെ നമ്മൾ വളരെ എഴുന്നേറ്റ് വന്നു, അലാറം അടിച്ചുകൊണ്ടൊന്നും അല്ല, ഈ അടിച്ച അലാറം ചെവിക്കകത്ത് കേൾക്കാതിരുന്നെങ്കിലും. ഹല്ലേലൂയ. നിങ്ങളൊരു ജീവചവമാണ്. നിങ്ങൾ മെഡിക്കലിൽ പഠിക്കുന്നവരല്ലേ. രാത്രി കിടന്ന് 5 മണിക്കൂറോ 4 മണിക്കൂറോ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ സത്യത്തിൽ ഡെഡ് ബോഡിയാണ്, ഒരു ഡെഡ് ബോഡിയാ. അന്നേരം അടച്ച കണ്ണൊന്നും തുറന്നില്ലെങ്കിൽ പോയില്ലേ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് 4-ാം സങ്കീർത്തനം 8-ാം വാക്യം. വൈകുന്നേരം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ, ഇത് ചൊല്ലാൻ പറഞ്ഞതല്ല, എന്നാലും സമാധാനത്തോടെ 4-ാം സങ്കീർത്തനം 8-ാം വാക്യം ഒന്ന് വായിക്കണം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതുകൂടെ പറയണം. എനിക്കങ്ങ് ഭയങ്കര ചിട്ടയാണ്, രാവിലെ എഴുതുന്ന ഒരു ചിട്ടയൊന്നും ഇല്ലെന്നേ. അല്ലേ, എങ്ങനെ എഴുന്നേറ്റെന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങി. എവിടെ കിടന്നുറങ്ങി? 3-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമോ 5-ആണെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. യഹോവേ നീ എന്നെ താങ്ങിയിരിക്കാൻ ദേവദാസനോട് പറഞ്ഞു തുടങ്ങി. അണ്ടർനീത്ത് ആർ ദ എവർലാസ്റ്റിംഗ് ആം. കീഴെ എന്തോ ഉണ്ട്, ആ കയ്യെ കിടന്നുറങ്ങണം, എന്നാലേ രാവിലെ എഴുന്നേറ്റ് വരത്തുള്ളൂ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ നിർഭയം വസിക്കുമാറാക്കുന്നത്. 3-ാം സംഘത്തിൽ വരുമ്പോൾ യഹോവ എന്നെ താങ്ങിയിരിക്കാൻ, യഹോവ എന്നെ അപ്പോൾ ആ കൈകളിലാണ് നമ്മൾ ഇത് പാടുന്നത്. മരിക്കാൻ നേരം പാടുന്നത്. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളി, അത് കേട്ടപ്പോഴേ പേടിയായി. ഉറങ്ങുന്ന അല്ല ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലാണ് കിടന്ന് ഉറങ്ങുന്നത്.
തമ്പുരാൻ പറയുകയാണ് ഇന്ന് മതി എന്ന് പറഞ്ഞാൽ അന്ന് മരണം അല്ല, എഴുന്നേൽക്കാൻ പറഞ്ഞാൽ ഞാൻ മുടിഞ്ഞു പോകാതിരുന്നത് യഹോവയുടെ ദയയാകുന്നു, അത് രാവിലെ തോറും പുതിയതാകുന്നു. അതിനൊക്കെ ഇന്ന് രാവിലെ അങ്ങോട്ട് സ്തോത്രം പറയാൻ തുടങ്ങിയാൽ എത്ര മാനാണ്. അതുകൊണ്ട് ചിലർ പറയും ഇന്ന് എനിക്ക് അങ്ങോട്ട് വർഷിപ്പ് ചെയ്യാനൊരു മൂഡില്ലായിരുന്നു. മൂഡില്ലാന്ന് എന്താ കാരണം? ഇതൊന്നും ഓർക്കാത്തതുകൊണ്ടാണെന്ന്. പ്രൈസ് കൊടല്ലിയ ആരാധിപ്പാൻ നമുക്ക് എന്ത് കാരണമുണ്ട്? നമ്മൾ പറയും 1000 കാരണമുണ്ട്. ഒരു ഒറ്റ കാരണം പറഞ്ഞാൽ മതി, ശ്വാസം ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞോ. അതാ 150-ാം സംഘത്തിന് അവസാനിപ്പിക്കുന്നത്. എവരിത്തിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദി ലോർഡ്. ജീവനുള്ളതൊക്കെയും. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മോനെ സ്കൂളിൽ ചെല്ലുമ്പോൾ ശ്വാസം വിടാൻ മറന്നു പോകരുത് പറയാറുണ്ടോ? മോനെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ, ബേസ്ബോൾ കളിക്കാൻ പോകുമ്പോൾ, ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ എന്തു ആയിക്കൊള്ളട്ടെ, ശ്വാസം വലിക്കാൻ വെള്ളം കുടിക്കരുത്, വെള്ളം കുടിക്കണമെന്ന് ഓർപ്പിക്കും, ഫുഡ് കഴിക്കണമെന്ന് ഓർപ്പിക്കും. പക്ഷേ ശ്വാസം വലിക്കുന്ന കാര്യം മാത്രം. ദൈവങ്ങളെ വെള്ളമില്ലെങ്കിൽ 3 ദിവസം ജീവിക്കാം, ആഹാരം ഇല്ലെങ്കിൽ 7 ദിവസം ജീവിക്കാം, ശ്വാസം ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും. പക്ഷേ ഇത്രയും അത്യാവശ്യമുള്ള കാര്യം നമ്മൾ ആരെയും എന്ത് ചെയ്യാറില്ല, ഓർമ്മിപ്പിക്കാറില്ല. കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ട് അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ വലിച്ചോളൂ. നമുക്കറിയാം, മൂക്കാരെങ്കിലും പൊത്തിപ്പിടിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് അല്ലല്ല അനായാസം അത് ചെയ്യാം. ഇത് തന്നെ ഇടപെടാതെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അല്ലല്ല, ഒരു ദിവസം സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ, ഒരു ദിവസം വചനം വായിച്ചില്ലെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ ജീവൻ കെട്ടുപോകുന്ന ബുദ്ധിമുട്ട് മൂക്ക് പൊത്തിപ്പിടിക്കുന്ന പോലെ കുഞ്ഞുങ്ങൾ അറിയണം. ഒരാത്മീയ ശ്വാസമുട്ടലുണ്ടാകണം. യേശുവിന്റെ ഭാഷയെ പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്ന് രാവിലെ ഈ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ജോലി അവർക്ക് ഉണ്ടായിട്ടുണ്ടോ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പാട്ടുപാടിയില്ലെങ്കിൽ. അതിനാ ഇവിടെ പറയുന്നത് തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് അവരുടെ കണ്ണുകളെ, ദൈവവചനം എന്ന് പറയുന്നത് ആഹാരമാണെന്ന് പറയുവാൻ അവരുടെ കണ്ണൊന്ന് തുറക്കണം. 40-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം, 6-ാം വാക്യം, നീ എൻ്റെ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. തിരുവചനം കേൾക്കാൻ വേണ്ടി ഓപ്പൺ ദെയർ ഇയേഴ്സ്. കർത്താവേ, ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി അവരുടെ ചെവി എന്ത് ചെയ്യണം? തുറക്കണം. ഇനി ലൂക്കോസ് 24:45 തോന്നുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു. ഹല്ലേലൂയ. കർത്താവെ, വചനം മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളുടെ ബുദ്ധി എന്ത് ചെയ്യണം? തുറക്കണം. ഈ 3 പ്രാർത്ഥന എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓപ്പൺ ദെയർ ഐസ്, ഓപ്പൺ ദെയർ ഇയേഴ്സ് ആൻഡ് ഓപ്പൺ ദെയർ അണ്ടർസ്റ്റാൻഡിങ്. കർത്താവെ, കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറക്കണമേ, കുഞ്ഞുങ്ങളുടെ ചെവി തുറക്കണമേ, ഈ കുഞ്ഞുങ്ങളുടെ ബുദ്ധി തുറക്കണം. ഹല്ലേലൂയ. അങ്ങനെ തിരുവചനം അവരുടെ ബുദ്ധി തുറന്നാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് ബുദ്ധി കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Once their ears are enlightened, eyes are enlightened, heart is enlightened through the word of God. ദൈവവചനത്താൽ ഹൃദയം പ്രകാശിച്ച് കണ്ണ് തുറന്നാൽ പിന്നെ പഠിക്കാൻ പ്രത്യേകിച്ച് ബുദ്ധി കിട്ടാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. കാരണം എന്താ? 119 ചില കുഞ്ഞുങ്ങളുണ്ട്, വായിച്ചാട്ടെ. 119-ാം സങ്കീർത്തനം സൺഡേ സ്കൂളിൽ പ്രസംഗിച്ചാൽ കൊള്ളാന്ന് എനിക്കങ്ങ് തോന്നുന്നു. ഇപ്പോൾ 119-ാം സങ്കീർത്തനത്തിൻ്റെ 99, 100, 101 3 വാക്യങ്ങൾ. Psalms 119 verse 90, 99, 100 and 101. I have more understanding than all my teachers, because your testimonies has been my teachers or my song. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുന്നതുകൊണ്ട് I contemplate or I meditate your word day by day. I have more understanding than all my teachers. ഇത് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവരെക്കാട്ടി ബുദ്ധി കിട്ടുന്നത് വചനം പഠിക്കുന്നവർക്കാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഈ ടീച്ചർ ഈ എക്സാമിന് ഏത് ചോദ്യം ചോദിക്കാൻ പോകുന്നല്ലേ. അപ്പം നിങ്ങളുടെ ഗുരുക്കന്മാരെക്കാൾ വിവേകം കിട്ടണമെങ്കിൽ എന്തോ വേണം? തിരുവചനം ധ്യാനമാക്കി മാറ്റണം. Praise the Lord. Once you began to contemplate or meditate the scriptures or by heart or mug it up, അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചറെക്കാട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫസറെക്കാട്ടി ബുദ്ധി കിട്ടുമെന്നതിൻ്റെ അർത്ഥം. അടുത്ത വാക്യം. പ്രായമുള്ളവരെക്കാൾ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരെക്കാട്ടി വിവേകമുള്ളവനായി മാറുന്നു. ഡാഡി മമ്മി പറയത്തില്ലേ, മോനെ നിനക്കൊന്നും അറിയത്തില്ല. എല്ലാം അറിയാൻ ഡാഡി മമ്മി. എങ്ങനെ അറിയുന്നത്? ബൈബിൾ വായിച്ചുണ്ട്. ഹല്ലേലൂയ. We will have more understanding that all ancients. പ്രായമുള്ളവരെക്കാൾ കൂടുതൽ അറിവ് കിട്ടും വചനത്തിൽ നിലനിന്നാൽ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ വചനം തിരിച്ചറിയാൻ ഇവിടെ കണ്ണ് തുറക്കണേ. കഴിയുമെങ്കിൽ കുറച്ചൊക്കെ പിള്ളേരെ മെമ്മറി വേർഡ്സൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് ദൈവമക്കൾ. ഞാനൊരു പ്രാക്ടിക്കൽ കാര്യം കൂടെ പറഞ്ഞ് വിരോധമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് വിരോധമുണ്ടല്ലോ, എനിക്ക് വിരോധമൊന്നുമില്ല. പറയണമല്ലോ. പ്രൈസിലോ. നിർബന്ധിച്ചാലും പഠിപ്പിക്കണം ഇവരെയൊക്കെ. എൻ്റെ മാതാവ് 6-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. പക്ഷേ വലിയ ഷൂഡ് വുമണായിരുന്നു. എൻ്റെ പപ്പായും 10-ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടെന്ന് തോന്നുന്നു.
ഒരു പാസ്റ്ററായിരുന്നു. 10-60 വർഷം കർത്താവിൻ്റെ ശിഷ്യൻ. ഇപ്പോൾ വിശ്രമ ജീവിതം ബാംഗ്ലൂരിൽ നയിക്കുന്നു. 80-82 വയസ്സൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മാതാവ് എന്നും രാവിലെ എഴുന്നേറ്റ്, എൻ്റെ ചെറുപ്രായം തൊട്ട് എന്നും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നും ഒരു വാക്യം കാണാതെ പഠിക്കണം, ആഴ്ചയിൽ ഒരു സങ്കീർത്തനം കാണാൻ പഠിക്കണം, ഒരു പുതിയ നിയമത്തിലെ ഒരു പുസ്തകം കാണാൻ പഠിക്കണം. ആലോചിച്ച് നോക്കി, രാവിലെ എന്നും ഒരു വാക്യം കാണാൻ പഠിക്കണം. ഇല്ലെങ്കിൽ വൈകുന്നേരം എന്തില്ല, നിങ്ങൾ പറഞ്ഞാട്ടെ, ആഹാരമില്ലെന്ന്. അപ്പം ഈ ഇന്നത്തെ പോലെ അല്ലല്ലോ, ബർഗർ കിട്ടത്തില്ലല്ലോ. അവർ വെക്കുന്ന കഞ്ഞി അല്ലാതെ വേറൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഇഷ്ടമുണ്ടായിട്ടല്ല, ആർത്തി മൂത്ത് ഇതെല്ലാം അങ്ങ് പഠിച്ചു. ഈ ആഹാരം കഴിക്കാൻ വേണ്ടിയുള്ള ആവേശം കൊണ്ട് ഹല്ലേലൂയ സങ്കീർത്തനം പഠിച്ചു. അങ്ങനെ ഒരു 15 വയസ്സായപ്പോൾ ഒരു 8000 തൊട്ട് 9000 വാക്യം ഞാൻ കാണാൻ പഠിക്കേണ്ടി വന്നു, ഗതികേട് കൊണ്ട്. പക്ഷേ പിന്നീട് വിശ്വാസ യാത്രയിൽ ശുശ്രൂഷയ്ക്കൊക്കെ വന്നപ്പോൾ അതൊക്കെ ദൈവം പ്രയോജനമാക്കി മാറ്റി. നിർബന്ധിച്ചാണെങ്കിലും ഒരു വാക്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിനിപ്പം പിന്നെ ബൈബിളിലെ അക്ഷരവും വള്ളിയും പുള്ളിയൊന്നും പോകണ്ട. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ പറഞ്ഞാൽ യഹോവ എൻ്റെ, യഹോവ എൻ്റെ മാത്രം ഇടയെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ. വള്ളിയും പുള്ളി മാറ്റെന്ന് പറയുന്നത് അതല്ല ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. അവർക്ക് അറിയാവുന്ന ഭാഷയിൽ അവരതങ്ങ് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി നിർബന്ധിച്ചാട്ടെ. ഈ നിർബന്ധമൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സമ്പത്തായി മാറും. തിരുവഴുത്തുകളെ തിരിച്ചറിയുവാൻ ഇവരുടെ ബുദ്ധിയെ തുറക്കണമേ. തിരുവഴുത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഇവരുടെ കണ്ണുകളെ തുറക്കണമേ. തിരുവഴുത്തിലെ ഇതൊക്കെയാ ദൈവമേ തൊടണമേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം. ടച്ച് മൈക്ക്, എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് തുറക്കണം. അല്ല, നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകം ഈ കുഞ്ഞിന് കൊടുക്കണം. തെറ്റേതാ ശരിയേതാ, എവിടെ എന്തു പറയണം, എവിടെ എന്തു പറയരുത് എന്ന് അറിയേണ്ടതിന് അവൻ്റെ നാവിനെ തൊടണം. ദൈവം ആദരത്തെ തൊടാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാം. നമ്മുടെയും തൊടണം, കുഞ്ഞുങ്ങളുടെയും തൊടണം ആദരത്തിലൊക്കെ. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. ഇവിടെ ഇന്ന് എനിക്ക് തോന്നുന്നില്ല ആരും പ്രാർത്ഥിക്കാതെ വന്നവരാരും ഇല്ലെന്ന്. പിന്നെ 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വൈകുന്നേരം സന്ധ്യ ആകുമ്പം കർത്താവ് നീ സകലതും അറിയുന്നല്ലോ, മാത്രം ഇതാ മലക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ കിടന്ന് പ്രാർത്ഥിച്ചിട്ടാലും കിടന്നിരിക്കും. പക്ഷേ ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിക്കാത്ത പല പ്രാർത്ഥനകളും വേദപുസ്തകത്തിലുണ്ടെന്നേ. 141 സംഘത്തിലെ 3-ാം വാക്യം പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? അടുത്ത് എപ്പോഴാണ് പാസ്റ്ററെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. യഹോവേ എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരധാരത്തെ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എവിടാ കർത്താവെ രണ്ടുകൂടെ പറയാനുള്ള ശക്തി തരണമേ, കർത്താവെ പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണം, ഒന്ന് മണ്ടനായി പോകാൻ ഇരിയാകരുതേ, ആരെങ്കിലും ചോദിച്ചാൽ അത് പറയാനുള്ള ശക്തി എൻ്റെ അതിരത്തി. ഇവിടെ പറയുന്നത് മിണ്ടായിരിക്കാൻ കൃപ തരണമെന്നാണ്. ദൈവമക്കളെ 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നതിനെക്കാട്ടി കൃപ വേണം 10 മിനിറ്റ് മിണ്ടായിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അരമണിക്കൂർ അന്യഭാഷയെ സംസാരിക്കുന്നതിനെക്കാട്ടി കൃപ വേണം 2 മിനിറ്റ് സ്വന്തം ഭാഷയെ ഭർത്താവിന് വർത്തമാനം പറയും. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നത് കുഞ്ഞുങ്ങളുടെ ആദരത്തെ തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സ്വർഗത്തിലെ അഗ്നിസ്പർശനം. യെശയ്യാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവം ദർശനം കൊടുത്തതും ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനമൊക്കെ കണ്ടപ്പോൾ ഉടനെ ചിന്തിപ്പിച്ച ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതിനെ എപ്പോഴും വചനം പറയാൻ നിൽക്കുമ്പോൾ എപ്പോഴും ഭയപ്പെടുത്തുന്നതാണ്. പെട്ടെന്ന് യെശയ്യാവ് ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുടെ മനുഷ്യരുടെ പാർക്കെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ യാഗപീഠത്തിലെ കനലിലൊന്ന് അല്ല ആരാ കൊണ്ടിരുന്നത്? ദൂതന്മാർ കെരൂബുകൾ ഒരുത്തിന് എന്ത് ചെയ്തു? കൊടിലുകൊണ്ട് വിത്ത് എ ടോങ്സ് ഹി ഹാസ് ടേക്കൺ എ കോൾ ഫ്രം ദാറ്റ് ഓൾട്ടർ. ദൂതൻ്റെ കൈ തൊട്ടാൽ പൊള്ളും, പക്ഷേ യെശയ്യാവിൻ്റെ ആദരത്തിൽ അത് വെച്ചു. ശ്രദ്ധിക്കണം ആ പദം. ദൂതൻ കൈ കൊണ്ടെടുത്തുകൊണ്ട് വെച്ചാൽ പോരെ, പക്ഷേ കൊടിലുകൊണ്ട് എടുത്തിട്ട് ആറ് ആദരത്തെ വെച്ചു. ദൂതൻ്റെ കൈ പൊള്ളുന്ന വിഷയമായി ഈ വചനം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാൻ വേണ്ട, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആഴം. പക്ഷെ നമ്മുടെ ആദരത്തിന് അത് ചേരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടുന്നത്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതെ ദൂതറിയിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. കാരണം യേശു നമുക്ക് വേണ്ടിയാ മരിച്ചത്, യേശു രക്തം ചൊരിഞ്ഞത് നമുക്ക് വേണ്ടിയാ, യേശു സ്വർഗമഹിമകളെ വെടി നമുക്ക് വേണ്ടിയാ. ഇന്ന് പകൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുദ്ധീകരണം. എന്ത് സംസാരിക്കണം, എവിടെ സംസാരിക്കണം, മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് വചനത്തിൽ നിന്നാണ്, തിരുവചനത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുക. അതുകൊണ്ട് യേശുവിനോട് ഒന്നാമത്തെ പ്രാർത്ഥന ഇതാണ്. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കാം. കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ. എത്ര വയസ്സാണെങ്കിലും ഇന്ന് പകൽ സഭയായി പ്രാർത്ഥിക്കണം. കർത്താവേ ഞങ്ങളുടെ ശിശുക്കളെ ഒന്ന് തൊടണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടി യേശു അവരെ ആലിംഗനം ചെയ്തു. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ 5 അപ്പവും 2 മീനും കൂടെ കൊണ്ടുവന്നൊരു ബാലകനെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. എത്ര നേരം ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ടോ വീട്ടിൽ പോയില്ല. നമ്മുടെ പിള്ളേരാണെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ പോകും, വീട്ടിൽ പോകും. നമ്മളാണെങ്കിലും എഴുന്നിട്ട് പോകും. നമുക്ക് ഒരു 25 മിനിറ്റൊക്കെ ഇപ്പോൾ തന്നെ 1 മണിക്കൂർ 5 മിനിറ്റായി. ഹല്ലേലൂയ. ഇനി ഒരു 15 മിനിറ്റ് കൂടെ പറഞ്ഞാൽ നിങ്ങൾ എത്ര മിനിറ്റ് ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു 25 തൊട്ട് 30 തൊട്ട് 40 മിനിറ്റിന് അപ്പുറത്തൊന്നും ഇരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് ഉള്ളത്. പ്രൈസ് കോഡ്. ഹല്ലേലൂയ. എന്നാലും ഞാൻ 5 to 10 മിനിറ്റ് നിർത്താം. അപ്പം ഈ ഒരു ചെറുക്കൻ വൈകുന്നേരം വരെയൊക്കെ യേശുവിൻ്റെ പ്രസംഗം കേട്ട് ഇരുന്നുവെന്നും അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാനുള്ള കാര്യം പോലെ അവനങ്ങ് മറന്നു പോയി. പണ്ടാരണ്ട് പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല, ഈ അന്ത്രയോസ് എപ്പോഴും ചുറ്റും ഇടത്തും മലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇവൻ പ്രതി
തുറക്കാഞ്ഞതെന്നാണ്. എപ്പോഴും ഒന്ന് തുറന്നപ്പോഴാണ് ഈ പുള്ളി 5 അപ്പവും 2 മീനും ഉണ്ടെന്ന്. എനിവേ, ഇവൻ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് കൊടുത്തല്ലോ വചനം കേൾക്കാൻ വേണ്ടി. ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നെങ്കിലേ അറിയത്തുള്ളൂ. സഭായോഗം ബോറായി മാറാതിരിക്കേണ്ടത്, വർഷിപ്പ് അലളിയ അവർക്ക് ഡിസ്കറേജ്മെന്റ് മാറാതിരിക്കണമെങ്കിൽ അവരുടെ അകക്കണ്ണ് പ്രകാശിക്കണം. അവസാന സെഷനിൽ ഞാൻ അല്പം കൂടെ വിശദീകരിക്കാം. ഇപ്പോൾ ഞാൻ ഈ ഭാഗം വിടുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഒന്ന്, കർത്താവേ അവരെ തൊടണമേ. കാരണം ശത്രു കള വിതയ്ക്കുന്നുണ്ട്. ശമൂവേലിന്റെ മക്കൾ ശമൂവേലിന്റെ വഴിയിൽ നടക്കാത്തതിന്റെ കാരണം അവരുടെ ഹൃദയത്തിനകത്ത് ഈ ലോകത്തിന്റെ വിത്ത് കൊണ്ട് വിതച്ച പിശാച്. കാരണം ശമൂവേൽ കണ്ടതാണ് ഏലി പുരോഹിതന്റെ മക്കൾ ദൈവകൃപയിൽ നടക്കാഞ്ഞത് കണ്ടതാണ്. ശമൂവേൽ അത് വളരെ സംഭവിക്കാതിരിപ്പാൻ തൻ്റെ കുഞ്ഞുങ്ങളെ വചനത്തിലായിരിക്കാം വളർത്തിയത്. എന്നാലും ശത്രു കൊണ്ടുവന്ന് കള വിതയ്ക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ വേലി കെട്ടി കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. അഴിച്ചവരെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും വിടരുത്. ഞാൻ പറയുന്ന അർത്ഥം കെട്ടിയിട്ട് അടിച്ചു വളർത്തുന്ന കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത്. യു നീഡ് ടു ഗിവ് ദ ഫ്രീഡം, ബട്ട് ഗിവ് ദ ഫ്രീഡം ഇൻ സ്പിരിറ്റ്. ആത്മസ്വാതന്ത്ര്യം കൊടുക്കണം. നാട്ടിൽ നിന്ന് വന്നവരാണല്ലോ. നാട്ടിൽ നിന്ന് വന്ന നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. പണ്ട് കാലത്ത് തെങ്ങും മാവും ഒക്കെ നിങ്ങൾ നട്ടിട്ടുള്ളവരാണല്ലോ നാട്ടിൽ. ഓർമ്മയില്ലേ? പഴയ കാലത്ത് തെങ്ങും തൈയും മാവും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞുകൊണ്ട് എന്തോ ചെയ്യും, അതിന് ചുറ്റും ഒരു മുള്ളുകൊണ്ട് എന്തെങ്കിലും ഒരു വേലി കെട്ടും. എന്തിനാണ് വേലി കെട്ടുന്നത്? പറഞ്ഞാട്ടെ, എന്തിനാന്ന് പറഞ്ഞാട്ടെ. അറിഞ്ഞാൽ അത് പറയുന്ന മേലെ ചോദിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞാൽ നിർത്തും ഞാൻ. പറഞ്ഞു എന്തിനാ ഈ ചെറിയ തെങ്ങിൻ്റെ തൈയും പ്ലാവിൻ്റെ തൈയും മാവിൻ്റെ തൈയും ഒക്കെ വെച്ചിട്ട് അതിന് ചുറ്റും വേലി കെട്ടിയത് എന്തിനാ? ആടും പശുവൊന്നും ഇതങ്ങോട്ട് മുളച്ച് ഇതിൻ്റെ നാമ്പ് വരുമ്പോൾ പശുവിന് എന്താ ഒരു ആവേശം, ഇതങ്ങ് തിന്നും. അപ്പോൾ അതിനെന്ത് ചെയ്തു? അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി. ഈ ഒരു 10 വർഷം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയേ ഈ പശുവിനെ പിടിച്ച് മാവേ പെട്ടിരിക്കുന്നത് കാണാം. ഇതേ ആടിനെ പിടിച്ച് തെങ്ങ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ വളർച്ചയിൽ നാം കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തെങ്കിൽ പക്വതയാകുമ്പോൾ അന്ന് ഭയപ്പെട്ടത് ഭയമില്ലാതിരിക്കത്തുള്ളൂ. ബാല്യത്തിലെ കുഞ്ഞുങ്ങളെ ബാലം നടക്കേണ്ട വഴിയിൽ അവനെ ട്രെയിൻ എന്നുള്ള പദമാണ്. ട്രെയിൻ കണ്ടിട്ടില്ല നാട്ടിൽ നിന്നല്ല. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എഞ്ചിൻ്റെ പുറകിൽ ചുമ്മാതെ പോകുന്നതാണ് ട്രെയിൻ എന്നർത്ഥം, വലിക്കാന്നർത്ഥം. ട്രെയിൻ നമ്മൾ പറയുന്ന ട്രെയിനിങ് എന്നുള്ള എല്ലാം ഉണ്ടെങ്കിലും ട്രെയിൻ എന്നുള്ള വാക്ക് വന്നത് നമുക്കറിയാം. നാട്ടിൽ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ്റെ പുറകിൽ നിശ്ചലമായ കുറേ സാധനങ്ങൾ, എഞ്ചിൻ എങ്ങോട്ട് പോകുന്നോ അതിൻ്റെ പുറകെ ഒന്നും ചോദിക്കാതെ പോകുന്നതിൻ്റെ പേരാണ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇത് തന്നെ ദൈവമക്കളെ, ട്രെയിൻ അപ്പ് യുവർ ചിൽഡ്രൻ ഇൻ ദ പാത്ത് ദേ ഷുഡ് ഗോ. മക്കൾ നടക്കേണ്ടെന്ന വഴിയിൽ അവരെ നടത്തുക. അതിന് നിങ്ങൾ നടക്കണം, അവർ നിങ്ങളുടെ പുറകെ വരണം. നിങ്ങൾ വചനത്തിൽ നടന്നാൽ അവർ വചനത്തിൽ നടക്കും. നിങ്ങൾ കൃപയിൽ നടന്നാൽ അവർ കൃപയിൽ നടക്കും. നിങ്ങൾ വിശ്വാസത്തിൽ നടന്നാൽ അവർ വിശ്വാസത്തിൽ നടക്കും. എന്ത് പറയുമ്പോഴും സ്തോത്രത്തോടെ ചെയ്താൽ കുടുംബത്തിനകത്ത് സ്തോത്രം മുഴങ്ങി നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ അവർക്ക് വളർന്നു വരുന്ന പ്രായത്തിൽ സംരക്ഷണയുടെ വേലി നിങ്ങൾ കൊടുത്താൽ അവർ പക്വത എത്തുമ്പോൾ അന്ന് അവർ ഭയപ്പെട്ടത്, നിങ്ങൾ ഭയപ്പെട്ടത് അവർ അതിനെ അതിജീവിക്കുന്നവരായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ. എല്ലാ കണ്ണുടയ്ക്ക് ഒരു അല്പസമയം പ്രാർത്ഥിക്കാൻ പോയി. ഒന്നാമത്തെ പ്രാർത്ഥന അതാണ്. കർത്താവേ, ഞങ്ങളുടെ സഭയിലുള്ള സകല കുഞ്ഞുങ്ങളെ ഒക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ സഭയിലുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് എല്ലാ വിശ്വാസികളും പ്രാർത്ഥിക്കണം. ദൈവദാസന്മാർ പ്രാർത്ഥിക്കും, അത് ഉറപ്പാണ്. ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കും. സാക്ഷ്യം പറയുമ്പോൾ മാത്രമല്ല. ഇവിടെ എത്ര കുടുംബം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നിങ്ങൾക്ക് ഉള്ള കുടുംബങ്ങളുടെ എണ്ണം പറഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ അതിനുവേണ്ടി ഒരു സ്ഥലത്ത് പായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട ദൈവമക്കളെ. ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. കുക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഒരു ലെഷർ ടൈം കിട്ടുമ്പോഴും അല്ലല്ലേ ഒരു 10 പേരുടെ പേര് പറഞ്ഞ് അടുത്ത ദിവസം അടുത്ത 10 പേരുടെ പറഞ്ഞ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് വിശേഷാൽ കുഞ്ഞുങ്ങളുടെ പേരൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ദൈവദാസൻ നിലയിൽ പരിശുദ്ധാത്മാവ് ഞാൻ ഗ്യാരണ്ടി തരുന്നു, കർത്താവിൻ്റെ വരെ താമസമാണെങ്കിൽ സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഒരു സന്തതി സഭയിൽ എഴുന്നേറ്റ് വരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. മിസ്രയീമിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ഗൂഢാലോചന നടക്കുന്നു. ഗോശൻ ദേശത്ത് ഇസ്രയേലിന്റെ വീടുമുറ്റത്ത് ഓടിക്കളിക്കുന്ന തലമുറ, പിറന്നു വീഴുന്ന തലമുറ നാളെ ഒരു സൈന്യമായി മാറും. ഇതേ എഡ്മണ്ടിൽ താമസിക്കുന്ന ദൈവസഭയോട്, ദൈവമക്കളോട് ഞാൻ പറയുന്നു, പിശാചിന്റെ അകത്ത മുറിയിൽ തീരുമാനമെടുക്കുന്നുണ്ട്. ദൈവസഭയിലെ കുഞ്ഞുങ്ങൾ ഒരു സൈന്യമായി വളരുന്നത് അവന് സഹിക്കുന്നില്ല. They are singing, they are worshiping, they are clapping their hands,
They're reading the scripture. They're walking in the word of God. They're obeying their parents. They're doing the ministry. They work for the kingdom of God. It's become an obstacle to the work of the enemy. അതുകൊണ്ട് പിശാച് തീരുമാനിക്കുന്നു അവനെ സ്കൂളിൽ ഒതുക്കിക്കളയാം, അവൻ്റെ യാത്രയിൽ അവനെ ഇല്ലായ്മ ചെയ്യാം, അവൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചേക്കാം, അവൻ്റെ അസമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കാം, അവനെ നീല നദിയിലേക്ക് വലിച്ചെറിയുവാൻ, അവനെ ഉദരത്തിൽ വെച്ച് തന്നെ ഞെരുക്കിക്കൊള്ളുവാൻ സൂതികർമ്മികളെ അയച്ചതുപോലെ അല്ലെ ജനനത്തിങ്കൽ തന്നെ ശിശുവിനെ കൊന്നുകളയുന്ന പോലെ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ഇന്ന് പകൽ അബ്രാഹാമും യോക്കോബും തീരുമാനിക്കുന്നു, ആരെന്ത് കൽപ്പന പുറപ്പെടുവിച്ചാലും ഞങ്ങൾ കീലും വശിയും തേച്ച പെട്ടകത്തിനകത്ത് വചനം കൊടുത്ത് ആത്മാവ് കൊടുത്ത് ദൈവസഭയിലെ ആരാധന കൊടുത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തും. ഈരബാലബ ശംദരാധന വൈഡമാന ഡബലരകനബല ഔഷരാധനാദരം ധരെ അംദൽ കടകന വൈഡമനാദര ഹസ്തരജാന ധീര രഥല റേബല വൈഡവരാദര വൈഡ റിഖ രാജ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റേബൽ കടകന വത്തര വൈഡവരസ്തരജാര ധീരാരം ഥ വൈഡ രാജ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ദൂരമാന വൈഡാചാര ഹസ്തരചാര വൈഡാരാജ ദൂരബലം ധര വൈഡരചാര ഉടമനരാധ വൈശ്വരധാര അബ്ധരചാര. തലമുറയുടെ ബുദ്ധിയെ അടച്ചു കളയുന്ന സൂര്യമാന ഹസ്തരാധന ദുരാരബല ഹസ്തരാധന ഉഡാമാന ഹത്തരാധനാദിയരസ്തര ഓ റിബര ശബലരകന. നന്നായി പഠിച്ചു വന്ന കുട്ടി പെട്ടെന്ന് പുറകോട്ട് പോകുന്നു. ഒരു വര വരച്ചിട്ട് ഇതിനപ്പുറത്ത് പോകരുതെന്ന് എഴുതി വെച്ച ശത്രുവിൻ്റെ രേഖയെ തകർക്കുന്ന ഒരു അഭിഷേകം ദൈവസഭ ഇന്ന് പകൽ പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടണമേ. ഹല്ലേലൂയ. എന്തു പറ്റി? ഒന്നും പറ്റിയതല്ല, പിശാചിൻ്റെ ഹല്ലേലൂയ പദ്ധതിയാ. ഇന്ന് പകൽ ദൈവം അത് തിരുത്തി എഴുതണമെങ്കിൽ കർത്താവെ ഒന്ന് തൊടണമേ. വിവാഹപ്രായം എത്തിയിട്ടും ആലോചനകൾ വന്നിട്ടും പ്രായം കഴിഞ്ഞിട്ടും വിവാഹത്തിൻ്റെ വക്കോളം എത്തിയിട്ട് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ ബുദ്ധിയിൽ എന്തോ പിശാചിൻ്റെ വിത്ത് വിതച്ചിട്ടുണ്ട്. ഇന്ന് പകൽ കർത്താവെ ഒന്ന് തൊടണമേ. അങ്ങനെ എണ്ണം പറഞ്ഞ് ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിപ്പാൻ എല്ലാവരും തയ്യാറായിക്കോ. ഒരാളോട് പറയേണ്ട, നിങ്ങളുടെ ഹൃദയത്തിനകത്തെ പ്രാർത്ഥന സ്തോത്രമായി പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ വിവേചിച്ച് അതിന് മറുപടി അയക്കാൻ പോകുകയാണ്. നിങ്ങളുടെ മക്കളുമായുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ ഏതാണ് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ്? ഇന്ന് രാവിലെ ആത്മാവിൽ പ്രാർത്ഥിച്ചോ യേശുവിൻ്റെ നാമത്തിൽ. ശിഷ്യന്മാരെ തടുത്തേക്കാം, മറ്റുള്ളവർ പറഞ്ഞേക്കാം ഇതിൻ്റെ ഒന്നും അത്യാവശ്യമില്ലെന്ന്. പക്ഷേ ആത്മാവ് ദൂത് പറയുന്നു, നിങ്ങൾ തൊടാൻ പറയുമ്പോൾ ആലിംഗനം ചെയ്ത് കരങ്ങൾ ചേർത്ത് പിടിച്ച് കൈകൾ എടുത്ത് വഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. ആരെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്നുവെങ്കിൽ അവരുടെ ബുദ്ധി, കർത്താവെ എൻ്റെ ഭാഷ വെച്ച് എൻ്റെ അറിവ് വെച്ച് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരെ വളർന്നു വരുമ്പോൾ അവർക്ക് ജ്ഞാനം കുറയുന്നല്ലോ, വേണ്ടവണ്ണം പഠിക്കുന്നില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സാഹചര്യം സാധ്യതയും കുറവാണ്, അവർക്കുള്ള സന്ദേശം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞു, നമുക്കൊരു ആലയം പണിയണം, സമാഗമന കൂടാരം നമുക്ക് പണിയണം. അതിൻ്റെ പ്ലാനും പദ്ധതിയും ഒക്കെ വരച്ചു കൊടുത്ത് മോശ അന്തം വിട്ടുപോയി. കാരണം ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ കൊണ്ട് പണിയണം. ശലോമോൻ പണിത ദേവാലയത്തേക്കാൾ ബുദ്ധിമുട്ടാണ് സമാഗമന കൂടാരം പണിയുവാൻ. കാരണം ഇത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്, ഇത് ചുമന്നുകൊണ്ട് പോകേണ്ടതാണ്, ഇതിൻ്റെ കുറ്റിയും കൊളുത്തും എല്ലാം. പിന്നെ വീണ്ടും അത് സ്ഥാപിക്കുമ്പോൾ അളവ് വ്യത്യാസമില്ലാതെ സ്ഥാപിക്കണം. ഇതാര് പണിയും? ആകെ സ്കൂളിൽ പോയിട്ടുള്ളത് മോശ മാത്രം, ബാക്കിയെല്ലാം അടിമകളുടെ മക്കളാണ്. പിന്നെ ബാക്കിയുള്ള കാലം മുഴുവൻ മരുഭൂമി കൂടെ അലച്ചിലാണല്ലോ. പക്ഷെ ദൈവം പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ 2 കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്നു, ഒഹേലിയാവും ബെസലേലും. ഒഹേലിയാവിനെയും ബെസലേലിനെയും ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്. അവർ സകല കൊത്തുപണികളും ചെയ്തോളും, നീ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഇന്ന് പകൽക്കാലം പകച്ചു നിൽക്കുന്ന മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് ഈ ദൂത് കൈമാറുന്നു. എൻ്റെ കുഞ്ഞെന്തായിത്തീരും? ദൈവം അവനെ തൊടാൻ പോവുകയാണ്. ദൂരബാലഭക്ഷനാഥകൻ. ദൈവാലയത്തിൻ്റെ പണിക്ക് പ്രയോജനപ്പെടുന്ന ചില തലമുറകളെ ദൈവസഭയിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക.
ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരാബാലബാല ഹസ്തരാധന ക്ഷരാധന വൈഡമനധര. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനകത്തും ഈ സഭയ്ക്കകത്ത് അംഗങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ സകല കുഞ്ഞുങ്ങളെയും, അവർ ഇന്ത്യയിലാണെങ്കിൽ, അവര് മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ ഇന്ന് പകൽ ദൈവസഭ ഒരുമിച്ച് ഇവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ വലങ്കരത്താൽ നീട്ടി ഈ തലമുറകളെ തൊടണമേ, അവരുടെ ബുദ്ധിയെ തൊടണമേ, അവരുടെ ഭാവിയെ തൊടണമേ, അവരുടെ കുടുംബജീവിതത്തെ തൊടണമേ, അവരുടെ വിദ്യാഭ്യാസത്തെ തൊടണമേ, അവരുടെ ശുശ്രൂഷയെ തൊടണമേ. യേശുവിന്റെ നാമത്തിൽ അങ്ങ് ആലിംഗനം ചെയ്യുന്ന കരങ്ങൾ അവരുടെ മേൽ വെക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. ദുരബലബ ശമനാരകടാരകടകനസ്തര വൈഡമനാദ അംദേ രാജാ രഗനകലസ്തുരാദഗന. ഹല്ലേലൂയ. ഉടബല രഖനബല ഉഷരാദിയാരവാസിയ ഡമന റിഖാരബലബ സത്വരേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്. കർത്താവേ, ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ തലമുറയുടെ ഇടയിൽ ഉണ്ടാകുവാൻ പോകുന്ന വലിയൊരു മാറ്റത്തിനായി ഞങ്ങൾ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യും. സഭയുടെ കർത്താവെ മുഖച്ഛായ മാറുന്ന കർത്താവ് ഒരു നല്ലൊരു യൗവനക്കാരുടെ കൂട്ടം ഈ ആലയത്തിനകത്തെ കടന്നു വരുവാൻ, മറ്റുള്ളവർ പുറത്തു നിന്നുകൊണ്ട് ഇവിടെ ദൈവസഭയിൽ ദൈവജനങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന ആത്മീയ അഭിവൃദ്ധി കണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവിടെ വിടണമെന്ന് പറയുന്ന ഒരു ശ്രുതി പട്ടണത്തിൽ കേൾക്കത്തക്കവണ്ണം ഇന്ന് പകൽക്കാലം കർത്താവെ അവിടുത്തെ കരം നീട്ടി ദൈവസഭയെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ.